Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Okay. തുടങ്ങാം. എല്ലാവരും സെറ്റ് ആണോ? ഓക്കെ. എല്ലാവരും ഓക്കെ ആണെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം കേട്ടോ. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിലെ നമ്മുടെ മൊഡ്യൂള് 1-നകത്തെ 5ാമത്തെ ചാപ്റ്റർ നമ്മൾ ഫിനിഷ് ചെയ്തു കേട്ടോ. ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ ഹോസ്പിറ്റൽ. ഓക്കെ, വായിച്ചു നോക്കിയോ നിങ്ങളത്? ആ ഒരു ചാപ്റ്റർ ഒക്കെ വായിച്ചു നോക്കിയോ? ക്ലിയർ ആണോ? പിന്നെ നമ്മള് പുതിയൊരു ചാപ്റ്റർ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. മൊഡ്യൂള് 1-നകത്ത് 11ാമത്തെ ചാപ്റ്റർ കേട്ടോ. ഇന്റൻസീവ് കെയർ യൂണിറ്റ് നമ്മൾ ജസ്റ്റ് തുടങ്ങി വെച്ചിട്ടുണ്ട് അല്ലെ. അതിന്റെ ഇൻട്രൊഡക്ഷൻ നമ്മൾ വായിച്ചതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ചെറിയ ചാപ്റ്റർ ആണ് കേട്ടോ. നമ്മള് ഓരോ ഈ ഡിപ്പാർട്ട്മെന്റിൽ പഠിച്ച പല ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റുകൾ നമ്മൾ ഇനി ഓരോന്ന് ചാപ്റ്റർ വൈസ് ആയിട്ട് പഠിക്കുകയാണ്. അപ്പൊ അതിനകത്താണ് ICU കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഇന്റൻസീവ് കെയർ യൂണിറ്റ് അല്ലെ. അതിന് പറയുന്ന മറ്റു പേരുകൾ ഇതൊക്കെയാണ്. ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് അഥവാ ഇന്റൻസീവ് ട്രീറ്റ്മെന്റ് യൂണിറ്റ് എന്നൊക്കെ നമുക്ക് പറയാം അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള പേഷ്യൻസിനെയാണ് നമ്മൾ ICUവിൽ പരിചരിക്കുന്നത്. ഏറ്റവും ക്രിട്ടിക്കലി ഇല്ലായിട്ടുള്ള പേഷ്യൻസ് അല്ലെ, ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങള് അല്ലെങ്കിൽ അപകടങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ള രോഗികളെയാണ് നമ്മൾ ICUവില് എന്ത് ചെയ്യുന്നത്, പരിചരിക്കുന്നത് അല്ലെ. പിന്നെ ICU എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് വളരെ വെൽ എക്യുപ്ഡ് ആയിട്ടുള്ള ഒരു യൂണിറ്റും കൂടിയാണ് അല്ലെ. എന്ന് പറഞ്ഞാല് രോഗികൾക്ക് ആവശ്യമായിട്ടുള്ള ലൈഫ് സപ്പോർട്ട് കൊടുക്കാനും അതുപോലെ അവരെ കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യാനും ആവശ്യമായിട്ടുള്ള എല്ലാ എക്യുപ്മെന്റ്സുകളും കൊണ്ടും സജ്ജമായിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് എന്ത്, നമ്മുടെ ഇന്റൻസീവ് കെയർ യൂണിറ്റ് അല്ലെ എന്ന് പറയുന്നത്. പിന്നെ ഈ പറയുന്ന പോലെ ചിലപ്പോൾ എമർജൻസിയിൽ അല്ലെ കാഷ്വാലിറ്റിയിൽ കൊണ്ടുവരുന്ന പേഷ്യൻസിന് ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നെങ്കിൽ അവിടെ കൊണ്ടുവരുന്നതാണെങ്കിൽ വാർഡിലുള്ള പേഷ്യൻസിന്റെ അവരുടെ കണ്ടീഷൻസുകളൊക്കെ വേഴ്സ്റ്റ് ആവുന്ന സിറ്റുവേഷനിൽ നമ്മൾ ഇടയ്ക്ക് അവരെ മാറ്റും, ICUവിലോട്ട് മാറ്റും അല്ലെ. അതുപോലെ തന്നെ ഇൻവെസീവ് സർജറികളൊക്കെ കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസ്, പ്രത്യേകിച്ച് ഇങ്ങനെ ഓപ്പൺ ഹാർട്ട് സർജറികൾ അല്ലെങ്കിൽ സ്പൈനൽ സർജറികൾ, അങ്ങനെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സർജറികളൊക്കെ കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസിനെ നമ്മൾ എവിടെയാണ് പരിചരിക്കുന്നത്, ICUവിലാണ് പരിചരിക്കുന്നത്. ഓക്കെ, നമ്മൾ അതിന്റെ ഇൻട്രൊഡക്ഷൻ ഒക്കെ വായിച്ചതാണ്. ജസ്റ്റ് വേണമെങ്കിൽ നമുക്കൊന്ന് റീഡ് ചെയ്തിട്ട് പോകാം കേട്ടോ. എ യൂണിറ്റ് ഇൻ എ ഹോസ്പിറ്റൽ ദാറ്റ് പ്രൊവൈഡ്സ് ഇന്റൻസീവ് കെയർ ഫോർ ക്രിട്ടിക്കലി ഇൽ or injured patients കേട്ടോ. അത് അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. Which is operated by specially trained medical staff and has equipment that allows for continuous monitoring and life support. Patients may be referred either directly from an emergency department or from a ward if their condition worsening rapidly or immediately after surgery, if the surgery is very invasive and the patient is at a high risk of complications. അപ്പൊ നമുക്ക് ICUവിന്റെ ഒരു പിക്ചർ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാ എക്യുപ്മെന്റ്സുകൾ കൊണ്ടും സജ്ജമായിട്ടുള്ള ഒരു യൂണിറ്റ് ആണ്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് who are cared for in the ICU. എങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ ICUവിൽ പരിചരിക്കുന്നത്? നമുക്കറിയാം ഏറ്റവും ക്രിട്ടിക്കലി ഇല്ലായിട്ടുള്ളതും ഇൻജേർഡ് ആയിട്ടുള്ള ആളുകളെയാണ് നമ്മൾ ICUവിൽ പരിചരിക്കുന്നത്. പക്ഷെ ICUവിൽ പ്രത്യേകം പരിചരണങ്ങളൊക്കെ കൊടുക്കുന്ന ചില കണ്ടീഷൻസുകൾ അവിടെ സ്പെസിഫൈ ചെയ്ത് എന്റെ ടെക്സ്റ്റിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യണം കേട്ടോ. നമ്മുടെ ടെക്സ്റ്റിൽ തന്നിരിക്കുന്നത് പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. who are cared in ICU, ഇങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ ICUവിൽ പരിചരിക്കുന്നത്. ഓക്കെ, The patients may have a planned admission after surgery. ചില പേഷ്യൻസിനെ നമ്മൾ സർജറിക്ക് ശേഷം പ്ലാനഡ് ആയിട്ട് തന്നെ അവരെ നമ്മൾ ഇങ്ങോട്ട് മാറ്റും, ICUവിലോട്ട് മാറ്റും അല്ലെ. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഇൻവെസീവ് ആയിട്ടുള്ള സർജറികൾ, ഇപ്പൊ ഒരു ഓപ്പൺ ഹാർട്ട് സർജറി കഴിഞ്ഞിട്ടുള്ള ഒരു പേഷ്യന്റ് അല്ലെങ്കിൽ ഒരു സ്പൈനൽ സർജറി കഴിഞ്ഞിട്ടുള്ള ഒരു പേഷ്യന്റ് ആണെങ്കിൽ നമ്മൾ അവിടെ
ഓപ്പറേഷൻ കഴിഞ്ഞ ഉടനെ നമ്മൾ അവരെ വാർഡിലോട്ട് മാറ്റുമോ, അല്ലെങ്കിൽ നമ്മൾ റൂമിലോട്ടാണ് അവരെ മാറ്റുന്നത്? അല്ല. പിന്നെ എന്താണ്, അവരുടെ കണ്ടീഷൻ ഒന്ന് സ്റ്റേബിൾ ആവുന്നത് വരെ അവരെന്ത് ചെയ്യണം, വളരെ ക്രിട്ടിക്കൽ പരിചരണങ്ങൾ അവർക്ക് കൊടുക്കണം അല്ലെ. അതുകൊണ്ട് തന്നെ അവരെ നമ്മൾ എന്ത് ചെയ്യും, അവരെങ്ങോട്ട് മാറ്റും, ICUലോട്ട് മാറ്റും. അപ്പൊ പൊതുവെ അത് പ്ലാനഡ് ആണ്. നമുക്കറിയാം ഇപ്പൊ ഇങ്ങനെ ഒരു അത്യാവശ്യം സർജറി, കോംപ്ലക്സ് സർജറി ഒക്കെ കഴിയുന്ന പേഷ്യൻസിന് നമ്മൾ പ്ലാനഡ് ആണ്, അവർ ആ സർജറി കഴിഞ്ഞാൽ എന്തായാലും അവരെ ICUലോട്ട് മാറ്റും എന്നുള്ളത് പ്ലാനഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ സർജറിക്ക് ശേഷം പ്ലാനഡ് ആയിട്ട് തന്നെ എന്ത് ചെയ്യാം, രോഗിയെ ഈ പറയുന്ന പോലെ ICUലോട്ട് അഡ്മിറ്റ് ചെയ്യാം. അതുമല്ലെങ്കിലോ അൺഎക്സ്പെക്ടഡ് അഡ്മിഷൻ ആഫ്റ്റർ ആൻ ആക്സിഡന്റ്. ചിലപ്പോൾ എന്തെങ്കിലും ആക്സിഡന്റ് ഒക്കെ സംഭവിച്ച് അല്ലെ, പെട്ടെന്ന് ഒരു അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു ആക്സിഡന്റ് സംഭവിച്ച് എന്തെങ്കിലും ഇഞ്ചുറി ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ വളരെ ക്രിട്ടിക്കലി ഇല്ലായിട്ടുള്ള അവസ്ഥയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ അവരെ ICUലോട്ട് മാറ്റേണ്ടതായിട്ട് വരും അല്ലെ. പിന്നെയോ ഓർ ബി അഡ്മിറ്റഡ് ഡ്യൂ ടു എ സഡൻ ആൻഡ് ക്രിട്ടിക്കൽ വേഴ്സണിങ് ഓഫ് ദെയർ ഹെൽത്ത്. ഇനിയിപ്പോ ഓൾറെഡി തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് കിടക്കുന്ന ഒരു പേഷ്യന്റ്, അവരുടെ കണ്ടീഷൻ പെട്ടെന്ന് ഒന്ന് മോശമായി മാറാണ്, ഈ പെട്ടെന്ന് ഒരു പ്രതികൂലമാകുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാല് അവരെ ഉടനടി നമ്മൾ എങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യവരെ ICUലോട്ട് നമ്മൾ അവരെ മാറ്റാറുണ്ട്. പല സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ ICUലോട്ട് ആളുകളെ ഷിഫ്റ്റ് ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ നോക്കാം, സം ഹോസ്പിറ്റൽ ICUs specialized in providing care for the particular health conditions or injuries that include. അപ്പോ ചില ICU എന്ന് പറയുമ്പോൾ അവര് എന്താണ്, പ്രത്യേകം പരിചരണങ്ങളൊക്കെ കൊടുക്കുന്ന സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ICU ഉണ്ട് അല്ലെ. ഓക്കെ, പൊതുവെ ICUവില് ഇങ്ങനെയുള്ള രോഗികളെയാണ് പരിചരിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് അറിയാവുന്നതാണ്, അതൊക്കെ ഒന്ന് ടെക്സ്റ്റിൽ കൊടുത്ത് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഫസ്റ്റ് വൺ നോക്കി, സിവിയർ ബേൺസ് അല്ലെ. സിവിയർ ബേൺസ്, ഭയങ്കര ഗുരുതരമായിട്ടുള്ള പൊള്ളലുകളൊക്കെ സംഭവിച്ചിട്ടുള്ള പേഷ്യൻസിനെ നമ്മൾ ഇവിടെ പരിചരിക്കുന്നത് ICUവിലാണ് അല്ലെ, സിവിയർ ബേൺസ്. പിന്നെ വരുന്നത് റെസ്പിറേറ്ററി ഫെയിലിയർ ആണ് അല്ലെ. ഇപ്പൊ ശ്വസന പരാജയം വന്നിട്ടുള്ള പേഷ്യൻസ്, ശ്വാസതടസ്സം നേരിടുന്ന വളരെ സിവിയർ ആയിട്ടുള്ള രീതിയിൽ ഈ പറയുന്ന പോലെ ഇപ്പൊ കാർഡിയക് അറസ്റ്റ് വരെയോ അല്ലെങ്കിൽ അതേ ചെസ്റ്റ് പെയിൻ ഒക്കെ വന്നിട്ടോ അല്ലെങ്കിൽ ഒരു പാനിക് അറ്റാക്ക് മൂലമൊക്കെ റെസ്പിറേറ്ററി ഫെയിലിയർ ആയിട്ടുള്ള പേഷ്യൻസിന് ഉടനടി നമ്മൾ ഇങ്ങോട്ടേക്ക് അവരെ മാറ്റുന്നത് ICUവിലോട്ട് മാറ്റും. അല്ലെ, അവർക്ക് അത്രയും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നു അല്ലെ. സോ റെസ്പിറേറ്ററി ഫെയിലിയർ കേട്ടോ. റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, ശ്വസനം എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അപ്പൊ റെസ്പിറേറ്ററി ഫെയിലിയർ എന്താണ്, ശ്വസന പരാജയം സംഭവിച്ചിട്ടുള്ള പേഷ്യൻസിനെ ICUവിൽ നമ്മൾ പരിചരിക്കുന്നുണ്ട്. പിന്നെ വരുന്നതാണ് കാർഡിയോ തൊറാസിക് സർജറി. നമ്മൾ പലപ്പോഴും ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ട് അല്ലെ, കാർഡിയോ തൊറാസിക് അല്ലെ, കാർഡിയോ തൊറാസിക് സർജറി. കാർഡിയോ എന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ദാറ്റ് ഇസ് റിലേറ്റഡ് ടു ഹാർട്ട് അല്ലെ, ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എന്താണ് തൊറാക്സ് എന്ന് പറഞ്ഞാല്, തൊറാസിക് മീൻസ് എന്താണ്, തൊറാക്സ് എന്ന് പറഞ്ഞാല് നമ്മുടെ ചെസ്റ്റ് പാർട്ടാണ് കേട്ടോ. നമ്മുടെ ചെസ്റ്റ് ക്യാവിറ്റി ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ തൊറാക്സ് എന്ന് പറയുന്നത് കേട്ടോ. മനസ്സിലാക്കി വെക്കണേ. തൊറാക്സ് എന്ന് കേട്ടാൽ നമ്മുടെ ചെസ്റ്റ് പാർട്ടാണ്, നമ്മുടെ ചെസ്റ്റ് ക്യാവിറ്റി ആണ്. നമ്മുടെ ചെസ്റ്റ് ക്യാവിറ്റിക്കകത്ത് എന്തൊക്കെ ഓർഗൻസുകൾ ഉണ്ട്, ഹാർട്ട് ഉണ്ട് അല്ലെ. ഹാർട്ട് മാത്രമാണ് അവിടെ ഉള്ളത് അല്ല, ലങ്സ് ഉണ്ട് അല്ലെ, ശ്വാസകോശം ഉണ്ട്, പിന്നെ നമ്മുടെ സ്റ്റൊമക്ക് വരുന്നുണ്ട് അല്ലെ, ലിവർ വരുന്നുണ്ട്, ഈസോഫാഗസ് അതായത് അന്നനാളം, ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ നമ്മുടെ ആ ഒരു ചെസ്റ്റ് ക്യാവിറ്റിക്കകത്താണ് വരുന്നത് അല്ലെ. അപ്പൊ അതാണ് തൊറാസിക് എന്ന് ഉദ്ദേശിക്കുന്നത്. കാർഡിയോ എന്ന് പറയുമ്പോൾ ഹാർട്ടാണ്. കാർഡിയോ തൊറാസിക് സർജറി എന്ന് പറയുമ്പോൾ എന്താണ്, സർജറി ദാറ്റ് ഈസ് ഇൻവോൾവ് ഇൻ ദ ഓർഗൻസ് ഇൻ ചെസ്റ്റ് ക്യാവിറ്റി അല്ലെ. നമ്മുടെ ചെസ്റ്റ് ക്യാവിറ്റിക്കകത്ത് സ്ഥിതി ചെയ്യുന്ന ഓർഗൻസുകളുടെ എല്ലാം സർജറി. അതിപ്പോ ഹാർട്ട് മാത്രമല്ല, ലങ്സ് ആവാം, ലങ്സിലാവാം, സ്റ്റൊമക്കിലാവാം, അല്ലെങ്കിൽ നമ്മുടെ അന്നനാളത്തിലാവാം, അങ്ങനെ. അതുകൊണ്ടാണ് അതിനെ ജനറലൈസ് ചെയ്ത് കാർഡിയോ തൊറാസിക് സർജറി എന്ന് പറയുന്നത് കേട്ടോ. ഹാർട്ട് അതുപോലെ ചെസ്റ്റ് ക്യാവിറ്റിക്കകത്ത് സ്ഥിതി ചെയ്യുന്ന മറ്റു പല ഓർഗൻസുകളുടെയൊക്കെ സർജറി, അതൊക്കെ അത്യാവശ്യം വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള സർജറികളാണ് കേട്ടോ. മിക്കവാറും ഓപ്പൺ ആയിട്ടുള്ള സർജറികളായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിനെ നമ്മൾ ICUവിലാണ് പരിചരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊന്നാണ് കോംപ്ലക്സ് സ്പൈനൽ സർജറി. നട്ടെല്ലിന്റെ ഒക്കെ ശസ്ത്രക്രിയകളിലെ സ്പൈനൽ സർജറി എന്ന് പറഞ്ഞാൽ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സർജറിയാണ് കേട്ടോ. നട്ടെല്ലിന്റെ ശസ്ത്രക്രിയകളൊക്കെ കഴിഞ്ഞിട്ടില്ല അങ്ങനെയുള്ള പേഷ്യൻസിനെ നമ്മൾ ICUവിലാണ് പരിചരിക്കുന്നത്. അതുപോലെ തന്നെ മേജർ ട്രോമ എന്ന് പറഞ്ഞാൽ എന്താണ്, ഗുരുതരമായ പരിക്ക്
അല്ലെങ്കിൽ ആഘാതം അങ്ങനെയൊക്കെയുള്ള അർത്ഥമാണ് കേട്ടോ. അപ്പൊ മേജർ ട്രോമ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഭയങ്കര ആക്സിഡന്റ് ഒക്കെ സംഭവിച്ചില്ല, ഹെഡ് ഇഞ്ചുറി ഒക്കെ സംഭവിച്ച് ഒത്തിരി ബ്ലഡ് ലോസ് ഒക്കെ വന്നിട്ടുള്ള പേഷ്യൻസ് ഒക്കെ ഉണ്ടാവില്ലേ. അപ്പൊ അങ്ങനെ മേജർ ട്രോമാറ്റിക് ആയിട്ടുള്ള പേഷ്യൻസിനെയൊക്കെ നമ്മൾ ICUവില് പരിചരിക്കുന്നുണ്ട്. പിന്നെ ഓർഗൻ ട്രാൻസ്പ്ലാന്റ്സ് അല്ലെ, അതുപോലെ അവയവം മാറ്റിവെക്കലൊക്കെ ശസ്ത്രക്രിയ കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസിനെ നമ്മൾ പരിചരിക്കുന്നത് ICUവിലാണ്. കാര്യം അവർക്ക് അത്രയും കെയർ വേണ്ട ഒരു സമയമാണ് അല്ലെ. പിന്നെ അടുത്തതാണ് സെപ്സിസ്. എന്താണ് ഈ സെപ്സിസ് എന്ന് പറഞ്ഞാല്? സെപ്സിസ് എവിടെയൊക്കെ കേട്ടിട്ടുണ്ടോ നിങ്ങള്? സെപ്സിസ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഇൻഫെക്ഷൻ തന്നെയാണ് കേട്ടോ. പക്ഷെ സാധാരണ ഇൻഫെക്ഷൻ അല്ല. അതായത് ഇൻഫെക്ഷൻ അത് ശരിയായ സമയത്ത് നമ്മൾ ട്രീറ്റ്മെന്റ് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അത് നമ്മുടെ ബ്ലഡിൽ കലരും അല്ലെ, ബ്ലഡിൽ സ്പ്രെഡ് ചെയ്ത് അത് രക്തത്തില് രണബാധയായിട്ട് മാറുന്ന ഒരു അവസ്ഥയാണ് സെപ്സിസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇൻഫെക്ഷൻ തന്നെയാണ്, പക്ഷെ ഇൻഫെക്ഷന്റെ ഒരു കൂടിയ ലെവൽ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ്. എന്തെങ്കിലും ചെറിയ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും, നമ്മൾ അറിയാതെ പോവുകയോ അല്ലെങ്കിൽ നമ്മൾ വേണ്ട ശരിയായ രീതിയിൽ ട്രീറ്റ്മെന്റ് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻഫെക്ഷൻ നമ്മുടെ ബ്ലഡിൽ കലരും. അത് നമ്മൾ കേട്ടിട്ടില്ലേ, രക്തത്തിൽ അണുബാധ മൂലം മരണപ്പെട്ടു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. ചെറിയൊരു ഇൻഫെക്ഷനിലൂടെ ആൾ മരണപ്പെടാറുണ്ട്. അതിന് എന്തുകൊണ്ടാണ്? ആ ഇൻഫെക്ഷൻ നമ്മൾ ശരിയായ സമയത്ത് ട്രീറ്റ്മെന്റ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ബ്ലഡിൽ കലർന്ന പിന്നെ പറയണ്ടല്ലോ. ബ്ലഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹോൾ ബോഡിയിലൂടെ സർക്കുലേറ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ഈ ബ്ലഡിന് അണുബാധയായിട്ട് അത് മാറുകയും അത് മറ്റു പല ഓർഗൻസുകളെ അപകടത്തിലാക്കുകയും അങ്ങനെ മരണം വരെ സംഭവിക്കാറുണ്ട് അല്ലെ. ആ ഒരു അവസ്ഥയാണ് ഇൻഫെക്ഷന്റെ തന്നെ കുറെ കൂടി സിവിയർ ആയിട്ട് ബ്ലഡില് കലർന്ന് അണുബാധയായി മാറുന്ന ആ ഒരു അവസ്ഥയാണ് നമ്മൾ സെപ്സിസ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെന്താണ്? കാർഡിയക് അറസ്റ്റ്, ഹാർട്ട് അറ്റാക്ക് ഒക്കെ വരുന്ന പേഷ്യൻസ് അങ്ങനെയുള്ളവരെയൊക്കെ നമ്മൾ ICUവിലാണ് കൈകാര്യം ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇങ്ങനെയുള്ള പേഷ്യൻസിനെയാണ് നമ്മൾ ICUവിൽ കെയർ ചെയ്യുന്നത്. സിവിയർ ബേൺസ്, റെസ്പിറേറ്ററി ഫെയിലിയർ, കാർഡിയോ തൊറാസിക് സർജറി, കോംപ്ലക്സ് സ്പൈനൽ സർജറി, മേജർ ട്രോമ, ഓർഗൻ ട്രാൻസ്പ്ലാന്റ്, സെപ്സിസ് ആൻഡ് കാർഡിയക് അറസ്റ്റ്. ഓക്കെ, കിട്ടിയോ? ഏതെങ്കിലും പോയിന്റുകൾ നിങ്ങൾക്ക് മനസ്സിലാവാത്തുണ്ടെങ്കിൽ പറയുക കേട്ടോ. ഓക്കെ അല്ലേ? അടുത്തത് പറയാലോ, നെക്സ്റ്റ് നോക്കാലോ നമുക്ക്. അടുത്തതാണ് കോമൺ ടൈപ്സ് ഓഫ് ICU കേട്ടോ. പൊതുവെ നമ്മൾ ടൈപ്സ് ഓഫ് ICU ആണ് പഠിക്കുന്നത്. അപ്പൊ എന്താണ് ടൈപ്സ് ഓഫ് ICU എന്ന് പറയുന്നത്? എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് ഓരോ ICUം അവര് എന്ത് സ്പെഷ്യലൈസ്ഡ് കെയർ ആണോ അല്ലെങ്കിൽ എന്ത് സ്പെസിഫിക് ക്രിട്ടിക്കൽ കെയർ ആണോ അവർ കൊടുക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പല ടൈപ്പുകളായിട്ട് പറയുന്നത്. ഇപ്പൊ നമ്മളൊരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിലോട്ട് പോകുമ്പോൾ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിന് പ്രത്യേകമായിട്ടൊരു കാർഡിയക് ICU അവർക്ക് ഉണ്ടായിരിക്കും. മനസ്സിലായോ? അതുപോലെ നമ്മളിപ്പോ ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റിൽ പോയി കഴിഞ്ഞാൽ ന്യൂറോളജിക്ക് വേണ്ടി മാത്രമായിട്ട് ന്യൂറോ ICU പ്രത്യേകമായിട്ട് ഉണ്ടായിരിക്കും. അങ്ങനെ ഓരോന്നിനുണ്ട്. അപ്പൊ നെഫ്രോളജി നോക്കുകയാണെങ്കിൽ ആ വിഭാഗത്തിലുണ്ടാവും. അപ്പൊ അവര് എന്താണ് ആ ഒരു സ്പെഷ്യലൈസ്ഡ് കെയർ കൊടുക്കുന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ ICUവിനെ വിവിധ ടൈപ്പുകളായിട്ട് പറയുന്നത് കേട്ടോ. അപ്പൊ അവിടെ വേറെ ക്വസ്റ്റ്യനോ കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ നിങ്ങളായിട്ട് ഫുൾ ഫോം ഒക്കെ ഒന്ന് പഠിച്ചു വെക്കാം കേട്ടോ. ഫുൾ ഫോം ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം, അത്രേ വേണ്ടു. അല്ലാണ്ട് വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങനെ വരാതില്ല. ഫുൾ ഫോം ഒന്ന് നോക്കി വെക്കുക കേട്ടോ. അപ്പോ ഒന്നാമത്തത് നമ്മുടെ CICU ആണ് കേട്ടോ. CICU എന്താണ്? കാർഡിയാക് ഇന്റൻസീവ് കെയർ യൂണിറ്റ്. എന്താണ്? കാർഡിയാക് ഇന്റൻസീവ് കെയർ യൂണിറ്റ്. പേര് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ലേ? കാർഡിയാക് ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെ, അങ്ങനെയുള്ള ആളുകൾക്ക് ക്രിട്ടിക്കൽ കെയർ കൊടുക്കുന്ന ICU ആണ് എന്ത്? കാർഡിയാക് ഇന്റൻസീവ് കെയർ യൂണിറ്റ് അഥവാ CICU എന്ന് പറയുന്നത്. അടുത്തത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അതിന്റെ ഫുൾ ഫോം ഒക്കെ വേണമെങ്കിൽ ചോദിക്കാം. CVTS ICU എന്താണ്? CVTS ICU എന്താണെന്ന് അറിയോ? കാർഡിയോ വാസ്കുലർ തൊറാസിക് ഇന്റൻസീവ് കെയർ യൂണിറ്റ്. എന്താണ്? കാർഡിയോ വാസ്കുലർ തൊറാസിക് ഇന്റൻസീവ് കെയർ യൂണിറ്റ് ആണ് CVTS ICU. എന്താണ് CVTS ICU? തൊറാക്സ് എന്താണെന്ന് പറഞ്ഞു. അതായത് ബോത്ത് ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്യുന്നുണ്ട്, പിന്നെ തൊറാസിക് ആകത്തിക്കകത്ത് സ്ഥിതി ചെയ്യുന്ന ഓർഗൻസിലും സർജറി അല്ല കെയർ ഒക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ്. ഒരു കാര്യം ചെയ്തോളൂ, നിങ്ങൾ എഴുതി വെച്ചോളൂ, ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അവിടെ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചു, കാരണം അതിന്റെ ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അതൊന്ന് എഴുതി വെച്ചോളൂ കേട്ടോ. നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെ എഴുതി വെച്ചാൽ മതി. CVTS ICU കേട്ടോ. CVTS ICU എഴുതിക്കോളൂ. യൂണിറ്റ് എഴുതുക കേട്ടോ. ജസ്റ്റ് റെഫറൻസിന് വേണ്ടി മാത്രം
പറയുന്നതാണ് കേട്ടോ. The unit which is performing both open heart and other thoracic surgical procedure is called CVTS ICU. Okay, എഴുതിയോ? നോട്ട് പറയാം കേട്ടോ. The unit which is performing both open heart and other thoracic surgical procedure is called CVTS ICU. അതായത് ഓപ്പൺ ഹാർട്ട് സർജറി നടക്കുന്നുണ്ട്, അതുപോലെ thoracic ക്യാവിറ്റിക്കകത്ത് സ്ഥിതി ചെയ്യുന്ന മറ്റു പല ഓർഗൻസുകളുടെയൊക്കെ പറയുന്ന സർജിക്കൽ പ്രൊസീജിയറുകളെല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്ന യൂണിറ്റ് ആണ് കേട്ടോ CVTS ICU. കിട്ടിയോ നിങ്ങൾക്ക്? എഴുതിയോ? ടെക്സ്റ്റിൽ തന്നെ എഴുതി വെച്ചാൽ മതി കേട്ടോ. അടുത്തത് നെക്സ്റ്റ് വരുന്നത് GICU ട്ടോ. GICU എന്താ നോക്കിയേ? ഗ്യാസ്ട്രോ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ഗ്യാസ്ട്രിക് പ്രോബ്ലംസ്, അതായത് സ്റ്റൊമക്ക് സംബന്ധമായിട്ടുള്ള ക്രിട്ടിക്കൽ കെയർ ഒക്കെ കൊടുക്കുന്ന യൂണിറ്റ് ആണ് GICU എന്ന് പറയുന്നത്. അടുത്തതാണ് മെഡിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് അഥവാ MICU ട്ടോ. മെഡിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് ജസ്റ്റ് സാധാരണ ഈ രീതിയിലുള്ള മെഡിക്കൽ പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യുന്നതിനും ജനറൽ മെഡിസിൻ എന്നൊക്കെ പറയുന്ന ഒരു വിഭാഗമുണ്ടല്ലോ, അതിന്റെ ഒരു ICU ആണ് കേട്ടോ മെഡിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. പിന്നെ NICU നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലും അതിന്റെ ഫുൾ ഫോം പഠിച്ചിട്ടുണ്ട്, ഇവിടെ പഠിച്ചു വെക്കാം കേട്ടോ. നിയോനാറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. അടുത്തത് ന്യൂറോ ഇന്റൻസീവ് കെയർ യൂണിറ്റ്, അത് അങ്ങനെ തന്നെ ചോദിക്കുള്ളൂ കേട്ടോ. ന്യൂറോ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ദെൻ PICU എന്താണ്? പീഡിയാട്രിക് ഇന്റൻസീവ് കെയർ യൂണിറ്റ് കേട്ടോ. PICU പീഡിയാട്രിക് ഇന്റൻസീവ് കെയർ യൂണിറ്റ്. അടുത്തത് SICU എന്താണ്? സർജിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. എന്താണ്? സർജിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ദെൻ ലാസ്റ്റ് വൺ TICU എന്താണ്? ട്രോമ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ട്രോമ എന്ന് പറഞ്ഞാൽ എന്താണ്? നേരത്തെ പറഞ്ഞില്ലേ, വളരെ ഗുരുതരമായിട്ടുള്ള പരിക്കുകളും മുറിവുകളൊക്കെ സംഭവിച്ചിട്ടുള്ള പേഷ്യൻസ് ആണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ ആക്സിഡന്റ് അങ്ങനത്തെയൊക്കെ സംഭവിച്ചു കൊണ്ടുവരുന്ന പേഷ്യൻസ് ഉണ്ടല്ലോ, അപ്പൊ അവർക്കൊക്കെ ക്രിട്ടിക്കൽ കെയർ കൊടുക്കാനുള്ള യൂണിറ്റ് ആണ് ട്രോമ ഇന്റൻസീവ് കെയർ യൂണിറ്റ് അഥവാ TICU. അതെന്താണെന്നൊന്നും നിങ്ങളോട് ചോദിക്കില്ല, നിങ്ങൾ ഫുൾ ഫോം പഠിച്ചു വെക്കുക. CVTS കണ്ടിട്ടുണ്ട് കേട്ടോ. CVTS എന്ന് പറയുമ്പോൾ ബോത്ത് ഓപ്പൺ ഹാർട്ട് ആൻഡ് അതർ തൊറാസിക് സർജിക്കൽ പ്രൊസീജിയറുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഇന്റൻസീവ് കെയർ യൂണിറ്റ് ആണ് കേട്ടോ CVTS ICU. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? വായിച്ചു നോക്കൂ, അവിടെ വരെ വായിക്കൂ കേട്ടോ. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അടുത്തത് നമ്മൾ പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്, ചോദ്യങ്ങളൊക്കെ വരാറുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അടുത്തത് ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ പഠിക്കുന്നത്. ക്ലാസിഫിക്കേഷൻ ഓഫ് ICU ഓൺ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. അതായത് ഒരു ICUവിന്റെ അതിന്റെ ഒരു ഓർഗനൈസേഷണൽ സ്ട്രക്ചറിനെ ബേസ് ചെയ്തുകൊണ്ട്, അതായത് ഒരു ICU ഫോം ചെയ്തതിനനുസരിച്ചുകൊണ്ട് നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പൊ പ്രധാനമായിട്ടും രണ്ട് ടൈപ്പാണ് ഇതിനകത്തുള്ളത്. രണ്ട് ടൈപ്പ് മീൻസ് രണ്ട് തരത്തിലാണ് നമ്മൾ ICUവിനെ, അതും എന്തിന്റെ ബേസിലാണ്? ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. എങ്ങനെയാണ് അതിലെ സ്റ്റാഫുകളെയും അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ ഏത് രീതിയിലാണ് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്, അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ പ്രധാനമായിട്ടും ICUവിനെ രണ്ടായിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഓപ്പൺ യൂണിറ്റ് ICU.
സെക്കൻഡ് വൺ ക്ലോസ്ഡ് യൂണിറ്റ് ICU. ഓക്കെ, അത് മനസ്സിലാക്കാം കേട്ടോ. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഓർഗനൈസേഷണൽ സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ICUവിനെ പ്രധാനമായിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഒന്ന് ഓപ്പൺ യൂണിറ്റ് ICU, രണ്ട് ക്ലോസ്ഡ് യൂണിറ്റ് ICU. അപ്പൊ നമുക്ക് ആദ്യം അത് വായിക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാം, അത് മനസ്സിലാക്കുക കേട്ടോ. എന്നിട്ട് നമുക്കത് വായിക്കുമ്പോൾ പെട്ടെന്ന് ക്ലിയർ ആണ്. അതായത് നമ്മൾ ഫിസിഷ്യൻ ആരാണെന്ന് പഠിച്ചു അല്ലെ? ഡിപ്പാർട്ട്മെന്റിലെ ഫിസിഷ്യൻ ആരാണെന്ന് നമ്മൾ പറഞ്ഞു. ഫിസിഷ്യൻ എന്ന് പറയും നമ്മള് ജനറൽ പ്രാക്ടീഷണർ എന്നാണ് പറയാ അല്ലെ? അദ്ദേഹം എന്താണ്? ഹിസ് എ ഡോക്ടർ ഹു ഈസ് നോട്ട് സ്പെഷ്യലൈസ്ഡ് ഇൻ വൺ പെർട്ടിക്കുലർ ഏരിയ ഓഫ് മെഡിസിൻ. അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചിട്ട്? മെഡിസിന്റെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ വിഭാഗത്തിൽ സ്പെഷ്യലൈസ് ചെയ്യാത്ത, അങ്ങനെ അതായത് അവര് സ്പെഷ്യലൈസ്ഡ് ആണ്. ജനറൽ മെഡിസിൻ എന്ന് പറയുന്ന വിഭാഗത്തിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് അല്ലെ? അവരെയാണ് നമ്മൾ ഫിസിഷ്യൻ എന്ന് നമ്മൾ പറയുന്നത്, അഥവാ ജനറൽ പ്രാക്ടീഷണർ എന്നും പറയുന്നു അല്ലെ? ഓക്കെ, ഇനി ആരാണ് ഇന്റൻസിവിസ്റ്റ് എന്ന് പറഞ്ഞാൽ? ആ ഒരു വാക്ക് നിങ്ങൾ എനിക്ക് കേൾക്കും. ഇന്റൻസിവിസ്റ്റ്, നമ്മളിപ്പോ ഇന്റൻസീവ് കെയർ യൂണിറ്റിനെ പറ്റിയിട്ടല്ലേ പഠിക്കുന്നത്. അപ്പൊ ആരാ ഇന്റൻസിവിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ക്രിട്ടിക്കലി ഇല്ലായിട്ടുള്ള, ഇൻജേർഡ് ആയിട്ടുള്ള, ഇങ്ങനെ വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുള്ള രോഗികൾക്ക് ICUവില് പരിചരണം കൊടുക്കുന്നതിന് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ്, അവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇന്റൻസിവിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പൊ ഇന്റൻസിവിസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ തീവ്ര പരിചരണ വിഭാഗത്തില് വളരെ ഗുരുതരാവസ്ഥയിലുള്ള രോഗികൾക്ക് ഈ പറയുന്ന ട്രീറ്റ്മെന്റും അല്ലെ മറ്റു പരിചരണങ്ങളൊക്കെ കൊടുക്കാൻ ഏറ്റവും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള, അതിന് ട്രെയിനഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിനെ നമുക്ക് എന്ത് പറയാം? ഇന്റൻസിവിസ്റ്റ് എന്ന് പറയാം കേട്ടോ. ഇന്റൻസിവിസ്റ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ICU ഇൻചാർജ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് കേട്ടോ. കിട്ടിയോ നിങ്ങൾക്ക്? ഫിസിഷ്യൻ ആരാണ്, ഇന്റൻസിവിസ്റ്റ് ആരാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. ഇത് മനസ്സിലായോ പറഞ്ഞത്? ഫിസിഷ്യനും ഇന്റൻസിവിസ്റ്റും. ഓക്കെ, ഇനി ശ്രദ്ധിക്കാം, നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തല്ലോ, ഓപ്പൺ യൂണിറ്റും ക്ലോസ്ഡ് യൂണിറ്റും. അതായത് ഓപ്പൺ യൂണിറ്റ് ICUവിന്റെയാണ് നമ്മൾ ആദ്യം പറയുന്നത് കേട്ടോ. ഓപ്പൺ യൂണിറ്റ് ICUവിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? അവിടെ നമ്മൾ ഈ പറയുന്ന പേഷ്യൻസിനെ ICUവിലോട്ട് അഡ്മിറ്റ് ചെയ്യുന്നതും അവർക്ക് വേണ്ട പരിചരണങ്ങളും മറ്റുമെല്ലാം തന്നെ ഡിസൈഡ് ചെയ്യുന്നതും തീരുമാനിക്കുന്നതെല്ലാം തന്നെ ആരാണെന്നറിയോ? ഫിസിഷ്യൻ ആണ്. ആരാണ്? ഫിസിഷ്യൻ ആണ്. അവിടെ നമ്മൾ ഈ പറയുന്ന ഇന്റൻസിവിസ്റ്റിന് പേരിന് മാത്രമായിട്ടുള്ള ഒരു റോള് അവിടെ വരുന്നു. ഇന്റൻസിവിസ്റ്റ്, അപ്പൊ ആലോചിക്കണോട്ടോ, ഇന്റൻസിവിസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഇന്റൻസീവ് കെയർ കൊടുക്കുന്നതിന് ട്രെയിനഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറാണ്. പക്ഷെ അവർക്ക് അവിടെ പേരിന് മാത്രമായിട്ടുള്ള ഒരു റോളേ വരുന്നുള്ളൂ. ഇവിടെ ഓപ്പൺ യൂണിറ്റ് ICUവിനകത്ത്. ഓക്കെ, ക്ലോസ്ഡ് യൂണിറ്റ് ICUവിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? അവിടെ ഈ പറയുന്ന ICUവിലോട്ട് പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്യുന്നതും അവർക്ക് വേണ്ട പരിചരണങ്ങൾ കൊടുക്കുന്നതിനും റെസ്പോൺസിബിൾ ആയിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് ഇന്റൻസിവിസ്റ്റ് ആണ്. അവരാണ് തീരുമാനിക്കുന്നത്. പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്യുന്നതും അവർക്ക് വേണ്ട കെയറിങ്ങും മറ്റും കോർഡിനേറ്റ് ചെയ്യുന്നതും ആരാണ്? ഇന്റൻസിവിസ്റ്റ് ആണ്. അപ്പൊ അവിടെ ഫിസിഷ്യനെ മാറ്റി നിർത്തുന്നില്ല, അവരുമായിട്ട് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് രോഗിക്ക് ആവശ്യമായിട്ടുള്ള പരിചരണങ്ങൾ കൊടുക്കുന്ന ഒരു യൂണിറ്റ് ആണ് ക്ലോസ്ഡ് യൂണിറ്റ് ICU എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് നിങ്ങൾ പറയൂ, ഏതായിരിക്കും ബെറ്റർ ആയിട്ടുള്ളത്? വിച്ച് വൺ ഇസ് ബെറ്റർ? ഓപ്പൺ യൂണിറ്റ് ആണോ അതോ ക്ലോസ്ഡ് യൂണിറ്റ് ആണോ? നിങ്ങൾക്ക് കേട്ടിട്ട് എന്താ തോന്നുന്നത്? ഓപ്പൺ യൂണിറ്റ് ICU ആണോ നല്ലത്, അതോ ക്ലോസ്ഡ് യൂണിറ്റ് ICU ആയിരിക്കും കുറച്ചും കൂടെ ബെറ്റർ? ഏതാണ്? നിങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ ഒരു കമന്റ് പറഞ്ഞു, നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? പറഞ്ഞു, കുഴപ്പമില്ല. എന്താ പറയുന്നു? ഓപ്പൺ യൂണിറ്റ്. ഓക്കെ, ഏതാണ് കൂടുതൽ ബെറ്റർ ആയിട്ട് തോന്നുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത് കേട്ടോ. ഓപ്പൺ യൂണിറ്റ് ആണോ അതോ ക്ലോസ്ഡ് യൂണിറ്റ് ആണോ? പറയേ, മിണ്ടാതിരിക്കില്ല, തെറ്റിക്കോട്ടെ, അതൊന്നും പ്രശ്നമില്ല. ഞാൻ നിങ്ങളുടെ അഭിപ്രായമാണ് ചോദിച്ചത്. ഓപ്പൺ യൂണിറ്റ് ആണോ ക്ലോസ്ഡ് യൂണിറ്റ് ആണോ ബെറ്റർ? പറഞ്ഞേ. പ്രിൻസ് ആണെങ്കിൽ ക്ലോസ്ഡ്. ഓക്കെ, അമൃത ആർദ്ര ക്ലോസ്ഡ് ആണ്, സസൂര ക്ലോസ്ഡ്. ഓക്കെ, കഴിഞ്ഞു. ഓക്കെ, മുബഷീർ അല്ലെ? ഓക്കെ, ക്ലോസ്ഡ് യൂണിറ്റ്. അതിന് ഓക്കെ, ബിന്ദുജ, ഹന്ന, ഓക്കെ, ലിജി ക്ലോസ്ഡ്. ഓക്കെ, അനീസ ക്ലോസ്ഡ് ആണ്. സോണിയ ഓക്കെ. ഓക്കെ, ഈസൻ ക്യാരൻ. ഓക്കെ, കെയർ ലക്ഷ്മി സെക്ടർ അമൃത. ഓക്കെ, ഓക്കെ, ക്ലോസ്ഡ്. ഓക്കെ, ശരിയാണ്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ് കേട്ടോ. ക്ലോസ്ഡ് യൂണിറ്റ് ICU ആണ് കേട്ടോ. അൻഷിത ക്ലോസ്ഡ്, ഒരാളെ മാത്രം മാറ്റി പറഞ്ഞോളാണ് ഓപ്പൺ യൂണിറ്റ് പറഞ്ഞിട്ട്. കുഴപ്പമില്ല, വെറുതെ അറിയാൻ വേണ്ടി ചോദിച്ചതാണ് കേട്ടോ. ഏതായിരിക്കും നല്ലത്? ക്ലോസ്ഡ് യൂണിറ്റ് ICU ആണ് നല്ലത്. എന്തായിരിക്കും? ഞാൻ പറഞ്ഞില്ലേ, ക്ലോസ്ഡ് യൂണിറ്റ് ICUവില് നമ്മളൊരു പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യുന്നത് അവർക്ക് വേണ്ട പരിചരണങ്ങൾ എല്ലാം തന്നെ കോർഡിനേറ്റ് ചെയ്യുന്നത് ഒരു ഇന്റൻസിവിസ്റ്റ് ആണ്. ഇന്റൻസിവിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? അതുകൊണ്ടാണ് ഞാൻ ആദ്യം തുടക്കം അത് പറഞ്ഞത്
ഓക്കെ, ഇന്റൻസിവിസ്റ്റ് എന്ന് പറഞ്ഞാല് ഇങ്ങനെയുള്ള ഇന്റൻസീവ് കെയർ കൊടുക്കുന്നതിൽ ട്രെയിൻഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള ഡോക്ടറാണ് ഇന്റൻസിവിസ്റ്റ്. അവരുടെ സേവനമാണ്, അവരുടെ സൂപ്പർവൈസർ എന്താ പറയുക സൂപ്പർവിഷനിലുള്ളത് സേവനമാണ് നമുക്ക് എവിടെ കിട്ടുന്നത്, ക്ലോസ്ഡ് യൂണിറ്റ് ICUവിനകത്ത് നമുക്ക് ലഭിക്കുന്നത്. അതേസമയം ഞാൻ പറഞ്ഞു ഓപ്പൺ യൂണിറ്റ് ICU എന്ന് പറയുമ്പോൾ അവിടെ ഫിസിഷ്യൻ ആണ് കൂടുതൽ റോള് വരുന്നത്. ഒരു ഫിസിഷ്യൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ജനറൽ മെഡിസിനിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഒരു ഇന്റൻസീവ് കെയറിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയല്ല എന്ന് കരുതി ആളുടെ സേവനം മോശമാണെന്നല്ല, കുറച്ചും കൂടെ ബെറ്റർ ഏതായിരിക്കും, ക്ലോസ്ഡ് യൂണിറ്റ് ICU ആയിരിക്കും അല്ലെ. അത് തന്നെയാണ് അവിടെ മനസ്സിലാക്കേണ്ട കാര്യം കേട്ടോ. ഇത്രയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നമുക്ക് വായിക്കാം നോക്കാം. ഫസ്റ്റ് വൺ ഓപ്പൺ യൂണിറ്റ് ICU നോക്കുക കേട്ടോ, അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഓൾ അറ്റൻഡിങ് ഫിസിഷ്യൻസ് may admit and care for patients. എവിടെയാണ് ഓപ്പൺ യൂണിറ്റ്, അണ്ടർലൈൻ ചെയ്യാട്ടോ, ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. In open unit ICU all attending physicians may admit and care for patients. ഒരു ഓപ്പൺ യൂണിറ്റ് ICUവിനകത്ത് അറ്റൻഡിങ് ഫിസിഷ്യൻസ് ആണ് പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്യുന്നതും അവർക്ക് ആവശ്യമായിട്ടുള്ള പരിചരണങ്ങൾ കൊടുക്കുന്നതും. പിന്നെ എന്താണ്, triage decision falls on the director of ICU when there is a bed or staff shortage. Triage decision എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ ഉദ്ദേശിക്കുന്ന ട്രയേജിന് സോർട്ട് ചെയ്യാന്നുള്ള മീനിങ് ഉണ്ട് കേട്ടോ, സോർട്ട് ചെയ്യാന്നുള്ള അർത്ഥമുണ്ട്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ട്രയേജ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്വിക്ക് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുക. പെട്ടെന്ന് നമ്മൾ പെട്ടെന്നൊരു സിറ്റുവേഷനിൽ നമ്മൾ ഒരു പെട്ടെന്ന് ഉടനടി ഒരു തീരുമാനം എടുത്തില്ല, അതിനെയാണ് നമ്മൾ ട്രയേജ് ഡിസിഷൻ ഇവിടെ അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് ഇപ്പൊ എന്തെങ്കിലും കാരണവശാൽ ICUവിൽ ഒരു ബെഡിന്റെ ഷോർട്ടേജ് വന്നു, അല്ലെങ്കിൽ സ്റ്റാഫുകളുടെ ഷോർട്ടേജ് വന്നു, അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ ഒരു പെട്ടെന്നുള്ളൊരു ഡിസിഷൻ, ഒരു ക്വിക്ക് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു റോളാണ് ആർക്ക് കൊടുക്കുന്നത്, നമ്മുടെ ഡയറക്ടർ ഓഫ് ICU. ഡയറക്ടർ ഓഫ് ICU എന്ന് പറഞ്ഞാൽ എന്താണ്, ഇന്റൻസിവിസ്റ്റ് ആണ് കേട്ടോ. നമ്മൾ പറഞ്ഞു ഇന്റൻസിവിസ്റ്റ് അദ്ദേഹമാണ് ICU ഇൻചാർജ് അല്ലെങ്കിൽ ഡയറക്ടർ ഓഫ് ICU എന്നൊക്കെ പറയും. അപ്പൊ അദ്ദേഹത്തിന് ICUവിൽ വല്ല ബെഡിന്റെ ഷോർട്ടേജോ അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫുകളിൽ എന്തെങ്കിലുമൊക്കെ ഷോർട്ടേജ് വന്നാല് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കാനുള്ളൊരു വളരെ പേരിന് മാത്രമായൊരു റോളാണ് ആർക്ക് വരുന്നത്, അവിടെ ഇന്റൻസിവിസ്റ്റിന് വരുന്നത്. ഓക്കെ, അവര് ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ആരാണ്, ഫിസിഷ്യൻസ് ആണ്. ഓക്കെ, അപ്പൊ നോക്കാം. The major drawback of this concept that these physicians might not have received specialized training for managing critically ill patient. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. അതാണ് ഇതിന്റെ ഒരു വലിയ ഡ്രോബാക്ക് ആണത്. കാര്യം എന്താണ്, ഓപ്പൺ യൂണിറ്റ് ICUവിനകത്ത് ഫിസിഷ്യൻസ് ആണ് മേൽനോട്ടം വഹിക്കുന്നത് അല്ലെ. ഈ ഫിസിഷ്യൻസ് എന്ന് പറയുന്നത് അവരൊരിക്കലും ക്രിട്ടിക്കലി ഇൽ പേഷ്യൻസിനെ മാനേജ് ചെയ്യുന്നതില് ട്രെയിനഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് അല്ല അല്ലെ. അങ്ങനെയുള്ളവരുടെ സേവനം മോശമാണെന്നല്ല പറയുന്നത്, കുറച്ചുകൂടെ അതിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആളുകളുടെ സേവനം കിട്ടുന്നതായിരിക്കും നല്ലത് അല്ലെ. അതേ ഇതിനകത്ത് വരുന്നത് ക്ലോസ്ഡ് യൂണിറ്റ് ICUവിനകത്ത്. അപ്പൊ മനസ്സിലായല്ലോ, ഓപ്പൺ യൂണിറ്റ് ICUവിന്റെ പ്രത്യേകത മനസ്സിലായി. എന്താണ്, അറ്റൻഡിങ് ഫിസിഷ്യൻസ് ആണ് റെസ്പോൺസിബിൾ ഫോർ ദ അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് കേട്ടോ. അടുത്തതാണ് ക്ലോസ്ഡ് യൂണിറ്റ് ICU. അപ്പൊ നോക്കി, ദ ഡയറക്ടേഴ്സ് and our associates are accountable for all admissions and discharge. Underline ചെയ്യാട്ടോ. In closed unit ICUവിനകത്ത് ഡയറക്ടേഴ്സ് ഓർ അസോസിയേറ്റ്സ്, ഡയറക്ടർ എന്ന് വെച്ചാൽ ICU ഡയറക്ടർ, ദാറ്റ് മീൻസ് ഇന്റൻസിവിസ്റ്റ് അല്ലെങ്കിൽ അവരോടനുബന്ധിച്ചുള്ള മറ്റ് അസോസിയേറ്റ്സ്, അവരൊക്കെയാണ് എന്ത് ICUവിന്റെ അഡ്മിഷനും ഡിസ്ചാർജ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് അവരാണ്. ഓക്കെ, പിന്നെന്താണ്, once the patient is admitted, the unit team takes care of it by collaborating with the admitting team for the efficient patient care. അപ്പോ ഈ ഒരു യൂണിറ്റിലോട്ട്, ക്ലോസ്ഡ് യൂണിറ്റിലോട്ട് നമ്മളൊരു പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു യൂണിറ്റ് ടീം ഉണ്ടല്ലോ ICU, ആ യൂണിറ്റ് ടീം എന്ത് ചെയ്യുന്ന വെച്ചാല് അവര് നമ്മുടെ അഡ്മിറ്റിംഗ് ടീമുമാണ്. ദാറ്റ് മീൻസ് നമ്മുടെ ഫിസിഷ്യന്റെ ഒക്കെ ഒരു ടീം ഉണ്ടല്ലോ, അവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് അവരുമായിട്ട് സഹകരിച്ച് വളരെ കോർഡിനേറ്റ് ചെയ്തിട്ട് അവരെ മാറ്റി നിർത്തുന്നില്ല, അവരുടെ കൂടെ സേവനങ്ങൾ ചേർത്തുകൊണ്ട് അവരെയും കോർഡിനേറ്റ് ചെയ്ത് കൊളാബറേറ്റ് ചെയ്തുകൊണ്ടാണ് പേഷ്യന്റിന് ആവശ്യമായിട്ടുള്ള പരിചരണങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതാണ് കുറെ കൂടെ ബെറ്റർ. അപ്പൊ നോക്കൂ, ക്ലോസ്ഡ് യൂണിറ്റ്സ് മേ ബി ഹെൽപ്ഫുൾ ഫോർ ദ ഫോളോവിംഗ് റീസൺസ്. ഇമ്പോർട്ടന്റ് ആയിട്ട് പോയിന്റ് ആണ് കേട്ടോ, അണ്ടർലൈൻ ചെയ്ത് വെക്കണം. ക്ലോസ്ഡ് യൂണിറ്റ്സ് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഹെൽപ്ഫുൾ ആവുന്നത് ഇതിനേക്കാളും ദാൻ ഓപ്പൺ യൂണിറ്റ് അല്ലെ. എന്തൊക്കെയാണ്, മോർ ടൈമിലി പേഷ്യന്റ് ഇവാലുവേഷൻ ആൻഡ് ട്രീറ്റ്മെന്റ് ഇനീഷിയേഷൻ. ഇതാണ്
മോർ ടൈംലി പേഷ്യന്റ് ഇവാലുവേഷൻ ആൻഡ് ട്രീറ്റ്മെന്റ് ഇനീഷ്യേഷൻ. നമുക്ക് കുറെ കൂടെ കൃത്യസമയത്ത് നമുക്ക് പേഷ്യന്റിനെ ഇവാലുവേറ്റ് ചെയ്യാനും അവരുടെ ട്രീറ്റ്മെന്റ് നമുക്ക് ഇനീഷ്യേറ്റ് ചെയ്യാനും സാധിക്കുന്നു. കാര്യം അതിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആളുകളുടെ സേവനമല്ലേ നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളൊരു ഡോക്ടറെ സംബന്ധിച്ച് അവരുടെ പ്രശ്നം എന്താണെന്ന് പെട്ടെന്ന് തന്നെ അവർക്ക് പേഷ്യന്റിനെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ എത്രത്തോളം വേഗത്തിൽ നമ്മളൊരു പേഷ്യന്റിനെ നമ്മൾക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം നമുക്ക് അവരുടെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ അതുകൊണ്ട് വലിയൊരു അഡ്വാൻറ്റേജ് ആണത് മോർ ടൈംലി പേഷ്യന്റ് ഇവാലുവേഷൻ ആൻഡ് ട്രീറ്റ്മെന്റ് ഇനീഷ്യേഷൻ. ഓക്കെ, അടുത്ത പോയിന്റ് എന്താണ്? ഇന്റൻസീവ് സ്റ്റാഫ് സ്പെസിഫിക്കലി സ്കിൽഡ് ഇൻ ട്രീറ്റിംഗ് ക്രിട്ടിക്കലി ഇൽ പേഷ്യന്റ്. അതുപോലെ ക്രിട്ടിക്കലി ഇല്ലായിട്ടുള്ള പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുന്നതിന് ഏറ്റവും സ്കിൽഡ് ആയിട്ടുള്ള വ്യക്തികളാണ് ആര്? ഇന്റൻസിവിസ്റ്റ്. അവരുടെ സേവനമാണ് നമുക്കൊരു ക്ലോസ്ഡ് യൂണിറ്റില് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് ക്ലോസ്ഡ് യൂണിറ്റ് ഈസ് മോർ ബെറ്റർ ദാൻ ഓപ്പൺ യൂണിറ്റ്. ഓക്കെ, ക്ലിയർ ആണോ? രണ്ട് ടൈപ്പാണ് കേട്ടോ. ക്ലോസ്ഡ് യൂണിറ്റ് ICU ഉണ്ട്, ഓപ്പൺ യൂണിറ്റ് ICU ഉണ്ട്. ഓപ്പൺ യൂണിറ്റില് ഫിസിഷ്യൻ ആണ് മേലോട്ട് നയിക്കുന്നതെങ്കിൽ ക്ലോസ്ഡ് യൂണിറ്റില് നമ്മള് എന്താണ് ഈ ICU ഡയറക്ടർ അഥവാ ICU ഇൻചാർജിനോ ഇന്റൻസിവിസ്റ്റെന്നോ നമുക്ക് പറയാം കേട്ടോ. ആ റീസൺ നമുക്ക് ഒന്ന് നോട്ട് ചെയ്ത് അത്രയേ ഉള്ളൂ ക്ലാസിഫിക്കേഷൻ കേട്ടോ. അടുത്തത് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് സ്റ്റാഫിംഗ് ആണ് കേട്ടോ. ICUവിന്റെ സ്റ്റാഫിങ്ങിനെ പറ്റിയിട്ടാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. ആരൊക്കെയാണ് ICU? ICU എന്ന് പറയുമ്പോൾ തന്നെ അതിന് വളരെ ഒരു ടീം ഓഫ് ഹെൽത്ത് പ്രൊഫഷണൽസ് ആണ് ആ ഒരു യൂണിറ്റ് ഹാൻഡിൽ ചെയ്യുന്നതെന്നുള്ളതൊക്കെ നമുക്ക് അറിയാം. എങ്കിലും ഏതൊക്കെ സ്റ്റാഫുകളാണ് ഒരു ICUവിനകത്ത് ഉണ്ടായിരിക്കുക കേട്ടോ, നോട്ട് ചെയ്ത് വെക്കണം. ഫസ്റ്റ് വൺ മെഡിക്കൽ സ്റ്റാഫ്. അറിയാലോ, മെഡിക്കൽ സ്റ്റാഫ് എന്ന് പറയുമ്പോൾ ഡോക്ടേഴ്സ് ആണ്. ICU ഇൻചാർജ് ഓർ ഇന്റൻസിവിസ്റ്റ്. ICUയുടെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ICU ഇൻചാർജ് അഥവാ ഇന്റൻസിവിസ്റ്റ് ഉണ്ടായിരിക്കും. പിന്നെ വരുന്നത് റെസിഡന്റ് ഡോക്ടേഴ്സ് ആണ് കേട്ടോ. റെസിഡന്റ് ഡോക്ടേഴ്സ് തന്നെ സീനിയർ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ജൂനിയറും ഉണ്ടായിരിക്കും. ഏതാണ് ഈ റെസിഡന്റ് ഡോക്ടർ എന്ന് പറഞ്ഞാല്? റെസിഡന്റ് ഡോക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അറിയോ? അതായത് സാധാരണയായിട്ട് നമ്മളിപ്പോ MBBS എന്ന് പറയുമ്പോൾ ഒരു ഗ്രാജുവേഷൻ ലെവലാണല്ലോ. ഓക്കെ, അപ്പൊ MBBS കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? അതൊരു ജനറൽ മെഡിസിൻ എന്നുള്ള രീതിയിൽ MBBS കഴിഞ്ഞു, ഹൗസ് സർജൻസി ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാല് എന്ത് ചെയ്യും? പൊതുവെ എല്ലാവരും MD എടുക്കും അല്ലെ. MD ചെയ്യും. MD ചെയ്യാന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ഡിഗ്രി എടുത്തിട്ട് അതിന്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യില്ലേ, PG ചെയ്യില്ലേ, എന്നതുപോലെയാണ്. അതായത് MBBS ഗ്രാജുവേഷൻ ലെവൽ ആണെങ്കിൽ അത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് MD ആണ്. നമ്മൾ മീൻസ് അവര് ചെയ്യുന്നത് MD പോസ്റ്റ് ഗ്രാജുവേഷൻ ആണ്. അപ്പൊ അതിൽ നമ്മൾ എന്ത് ചെയ്യും? സ്പെഷ്യലൈസ് ചെയ്യും. ഓക്കെ, ഇപ്പൊ കാർഡിയോളജിസ്റ്റ് ആവാൻ ആഗ്രഹമുള്ള ആളാണെങ്കിൽ ഹാർട്ടിൽ സ്പെഷ്യലൈസ് ചെയ്യും. പൾമണോളജിസ്റ്റ് ആവാനായിട്ടാണെങ്കിൽ ലങ്സിൽ സ്പെഷ്യലൈസ് ചെയ്യും. അതാണ് MD എന്ന് പറയുന്നത്. നമ്മളൊരു സ്പെഷ്യലൈസ്ഡ് വിഭാഗത്തിൽ അവര് പഠിക്കണം. ഈ MDയും കൂടെ കഴിഞ്ഞാൽ, അതായത് അതൊരു പോസ്റ്റ് ഗ്രാജുവേഷൻ ലെവലാണ്, അതും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യുന്ന ഒരു 3 or 4 years ഓഫ് റെസിഡൻസിയിൽ ഇരിക്കും. ദാറ്റ് മീൻസ് റെസിഡന്റ് ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഡോക്ടേഴ്സ് ഇൻ ട്രെയിനിങ് ആണ്, ട്രെയിനിങ്ങിൽ ഇരിക്കുന്ന ഡോക്ടേഴ്സ് ആണ്. അതായത് MBBS കഴിഞ്ഞു, അതിന്റെ MD ചെയ്യും, അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് അവര് MD എടുക്കും. MD കഴിഞ്ഞാൽ അത് പോസ്റ്റ് ഗ്രാജുവേഷൻ ലെവലാണ്. അതും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ അത് 3 or 4 years ഓഫ് റെസിഡൻസിയിൽ ഇരിക്കും, അവര് ട്രെയിനിങ്ങിൽ ഇരിക്കും. അതായത് അവര് എന്തിലാണോ സ്പെഷ്യലൈസ് ചെയ്തത് ആ ഒരു വിഭാഗത്തില് അവര് 3-4 കൊല്ലം ട്രെയിനിങ് എടുക്കും. ഓക്കെ, ആ ഒരു ട്രെയിനിങ്ങിൽ ഇരിക്കും. അതിന് ആ റെസിഡൻസി പീരീഡ് എന്നാണ് പറയാം. അങ്ങനെ ഇരിക്കുന്ന ഡോക്ടേഴ്സിനെയാണ് നമ്മൾ റെസിഡന്റ് ഡോക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, എന്നിട്ട് ഈ റെസിഡൻസി പീരീഡും കൂടെ കഴിയുമ്പോൾ ആ റെസിഡൻസി പീരീഡില് ഇവർ ഇരിക്കുന്ന ഒരു ട്രെയിനിങ്ങിലാണ്. ഓക്കെ, ട്രെയിനിങ്ങിൽ ഇരിക്കുമ്പോൾ അവർക്ക് എല്ലാവിധ എക്സ്പീരിയൻസുകളും കാര്യങ്ങളൊക്കെ അവർ അതിലൂടെ അക്വയർ ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഡ്യൂട്ടി ഒക്കെ വരുന്ന ഒരു സമയമാണ്. ഭയങ്കര ഒരുപാട് ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ആ ഒരു റെസിഡൻസി പീരീഡിൽ ഇവർക്ക് ചെയ്യാനുണ്ടായിരിക്കും. ട്രെയിനിങ്ങിൽ ഇരിക്കുന്ന ഡോക്ടേഴ്സ് ആയതുകൊണ്ട് തന്നെ ഒത്തിരി വർക്ക് ലോഡ് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ കേസുകളൊക്കെ അറ്റൻഡ് ചെയ്ത് അവർക്ക് എന്ത് ചെയ്യും? അവര് കുറെ കൂടെ എക്സ്പീരിയൻസ്ഡ് ആവും. അങ്ങനെ ആ ഒരു റെസിഡൻസി പീരീഡും കൂടെ കഴിയുമ്പോഴാണ് അവരൊരു കൺസൾട്ടന്റ് ആയിട്ട് മാറുകയാണ്. പിന്നീട് അവരൊരു ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു കൺസൾട്ടന്റ് ആയിട്ട് ഇപ്പൊ അവർക്ക് അവരുടെ പേരൊക്കെ ബോർഡിലാക്കി അവരങ്ങനെ പ്രത്യേകം ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു കൺസൾട്ടേഷൻ ഒക്കെ അവർക്ക് പിന്നീട് സ്റ്റാർട്ട് ചെയ്യാം. ഒരു ഡോക്ടറുടെ ജേർണി അറിയാലോ, ആ ഒരു കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു ജേർണിയാണ്. അതാണ് ഈ റെസിഡന്റ് ഡോക്ടർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഈ റെസിഡന്റ് ഡോക്ടേഴ്സിൽ തന്നെ സീനിയർ ഉണ്ട്, ജൂനിയർ ഉണ്ട്. സീനിയർ ഡോക്ടർ എന്ന് പറയുമ്പോൾ MD കഴിഞ്ഞിട്ട് റെസിഡൻസി പീരീഡിൽ ഇരിക്കുന്ന ഡോക്ടറാണ് സീനിയർ ഡോക്ടർ. ജൂനിയർ, അതിൽ തന്നെ ജൂനിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്
MD കഴിഞ്ഞിട്ടില്ല, MD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. MD കഴിഞ്ഞിട്ട് വേണം ഒരു റെസിഡൻസിലോട്ട് കയറാനായിട്ട്. അതിലാണ് സീനിയറും ജൂനിയറും വരുന്നത് കേട്ടോ. അപ്പൊ സീനിയർ എന്ന് പറയുമ്പോൾ പോസ്റ്റ് MD ആണ്. MD കഴിഞ്ഞു, നൗ എന്താണ് എന്റെ റെസിഡൻസി പീരീഡിൽ ഇരിക്കുന്ന ഡോക്ടറാണ് ഇതിലെ സീനിയർ ഡോക്ടർ. അതിൽ തന്നെ MD നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടർ ഉണ്ടല്ലോ, അവരാണ് ജൂനിയർ റെസിഡന്റ് ഡോക്ടർ കേട്ടോ. അപ്പൊ അങ്ങനെ ആ ഡോക്ടേഴ്സിന് എന്തായിരിക്കും, അവർക്ക് വർക്ക് ലോഡ് കൂടുതലായിരിക്കും. ഭയങ്കര വർക്ക് ലോഡ് ഒക്കെ അവർക്ക് ഉള്ളൊരു സമയമായിരിക്കും. നിങ്ങൾ മറ്റേ സിനിമ കണ്ടിട്ടില്ലേ, അയാളും ഞാനും തമ്മിൽ സിനിമ കണ്ടിട്ടുണ്ട്, പൃഥ്വിരാജിന്റെ ഈ തരം എന്ന് പറഞ്ഞിട്ട് കണ്ടിട്ടുണ്ടോ? സിനിമ നല്ലൊരു സിനിമയാണത്, കണ്ടിട്ടില്ലേ? അത് റെസിഡൻസി പീരീഡിൽ ഇരിക്കുകയാണ് കേട്ടോ. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അത് കൺസൾട്ടന്റ് ആവും അല്ലെ? എന്നതുപോലെ അപ്പൊ ഇങ്ങനെയുള്ള ഡോക്ടേഴ്സിന് ഒരുപാട് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ ഈ റെസിഡൻസി പീരീഡിന്റെ വർക്കിലോട് കൂടുതൽ സാധാരണത്തെക്കാളും അവർക്ക് ഒരുപാട് ടൈം വർക്ക് ഉണ്ടാവും. അതേസമയം ഒരു കൺസൾട്ടന്റ് ആയി മാറിക്കഴിയുമ്പോൾ പിന്നെ പ്രശ്നമില്ല. കൺസൾട്ടന്റ് ഡോക്ടർ എന്ന് പറയുമ്പോൾ സീനിയർ ഡോക്ടേഴ്സ് ആണ്. അവർ ആ കൺസൾട്ടേഷന് വരുന്നു, പോകുന്നു, അവർക്ക് വേണമെങ്കിൽ അവരുടെ വീട്ടിൽ കൺസൾട്ടേഷൻ ചെയ്യാം, അങ്ങനെ ഒരു ലെവലിലേക്ക് അവർ മാറും. അപ്പൊ അതിലേക്ക് വരണമെങ്കിൽ ഇത്രയും ഒരു ലൈഫ് ജേർണി ഉണ്ട് കേട്ടോ. ഓക്കെ, അത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ, ഇവിടെ പറഞ്ഞതുകൊണ്ട് കേട്ടോ. അപ്പൊ റെസിഡന്റ് ഡോക്ടേഴ്സ് അതിൽ തന്നെ സീനിയർ ഉണ്ട്, ജൂനിയേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പൊ മെഡിക്കൽ സ്റ്റാഫ് ഉണ്ടായിരിക്കും. പിന്നെ വരുന്നത് the respiratory therapist is essential part of an ICU team. അതായത് റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് ഈസ് എ എസെൻഷ്യൽ പാർട്ട് ഓഫ് എൻ ICU ടീം. ഒരു ICU ടീമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെമ്പറാണ്, മീൻസ് അതിൽ ഉള്ള ഒരാളാണ് റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ്. ഇതിന് വേണ്ടിയിട്ട് റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റിനെ ഉൾപ്പെടുത്തുന്നതെന്ന് അറിയാമോ? ഈ ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് ഒക്കെ വരുന്ന രോഗികളുണ്ടല്ലോ, അവർക്ക് വേണ്ടി പ്രത്യേക പരിചരണങ്ങളൊക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് അവിടെ ഉണ്ടാവും. മിക്കവാറും ഇഷ്യൂസ് ഒക്കെ വന്നു കഴിയുമ്പോൾ റെസ്പിറേഷനെ ബാധിക്കും. റെസ്പിറേഷനാണ് ആദ്യം പ്രശ്നം വരുന്നത് അല്ലെ? അപ്പൊ ഒരു റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് എന്ന് പറയുന്നത് ഈസ് എൻ എസെൻഷ്യൽ പാർട്ട് ഓഫ് എ ICU ടീം. അതിൽ ഒരു ICU ടീമിന്റെ പ്രധാനപ്പെട്ട ഒരാളാണ് കേട്ടോ. പിന്നെ വരുന്നത് ആരാണ്? നഴ്സിംഗ് സ്റ്റാഫ് ആണ്. ഓഫ് കോഴ്സ് നഴ്സിംഗ് സ്റ്റാഫ് ഉണ്ടായിരിക്കും. ഹൈലി ട്രെയിൻഡ് ആൻഡ് ഓഫ് എബോവ് ആവറേജ് കോമ്പിറ്റൻസ്. ദാറ്റ് മീൻസ് നമ്മൾ പറയില്ലേ സീനിയർ നഴ്സസ് ഒക്കെ ഉണ്ടല്ലോ, ദാറ്റ് മീൻസ് അവർ കുറച്ചുകൂടി ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും. അത്യാവശ്യം നല്ല കോമ്പിറ്റന്റ് ആയിട്ടുള്ള നല്ല പ്രൊഫഷൻസി ഉള്ള നഴ്സസിനെയാണ് ICUല് അപ്പോയിന്റ് ചെയ്യുന്നത് കേട്ടോ. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് അവിടെ കിടപ്പുണ്ട്, ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, അണ്ടർലൈൻ ചെയ്ത് വെക്കുക. റെക്കമെൻഡഡ് നഴ്സ് ടു പേഷ്യന്റ് റേഷ്യോ പലപ്പോഴും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. റെക്കമെൻഡഡ് നഴ്സ് ടു പേഷ്യന്റ് റേഷ്യോ ഇൻ ICU. ICUലുള്ള നഴ്സ് ടു പേഷ്യന്റ് റേഷ്യോ എത്രയാണ്? എത്രയാണെന്നറിയോ? 1:1 or 1:2. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് കേട്ടോ, അണ്ടർലൈൻ ചെയ്ത് വെക്കണേ. റെക്കമെൻഡഡ് നഴ്സ് പേഷ്യന്റ് റേഷ്യോ ഇസ് 1:1 or 1:2. രണ്ടും ശരിയാണ് കേട്ടോ. 1:1 എന്ന് പറയുമ്പോൾ 1 nurse is serving for one patient. അതായത് 1:1 എന്ന് പറയുമ്പോൾ nurse to patient ratio ആണ്. ഒരു nurse ഒരു പേഷ്യന്റിനെ പരിചരിക്കാൻ ഒരു nurse, അങ്ങനെയാവാം. അല്ലെങ്കിൽ 1:2 ആവാം. That means 1 nurse is serving for the 2 patients. 2 പേഷ്യൻസിന് വേണ്ടിയിട്ട് ഒരു nurse. ഈ ഒരു രീതിയിലാണ് ആ ഒരു റേഷ്യോ പോകുന്നത് കേട്ടോ. മാറിപ്പോകരുത് കേട്ടോ. നഴ്സ് ടു പേഷ്യന്റ് റേഷ്യോ ആണ് നമ്മൾ പറയുന്നത്. 1:1 or 1:2. 1:1 ഈ വിഷയം വരില്ല, രണ്ടും ഈക്വൽ ആണല്ലോ. 1:2 ചിലപ്പോ ക്വസ്റ്റ്യൻ വരുമ്പോഴേ നഴ്സ് ടു പേഷ്യന്റ് റേഷ്യോ ഒന്ന് മറച്ചു ചോദിക്കുന്നത്, പേഷ്യന്റ് ടു നഴ്സിന്റെ ചോദിക്കുമ്പോൾ 2:1 എന്ന് എഴുതേണ്ടി വരും കേട്ടോ. ഓക്കെ, അതായത് നിങ്ങൾ മനസ്സിലാക്കാം 1:1 മീൻസ് 1 nurse is serving for 1 patient. 1:2 മീൻസ് ആദ്യം പറഞ്ഞ നഴ്സിന്റെ റേഷ്യോ ആണ്, അതായത് 1 nurse is serving for the 2 patients. ഓക്കെ, ഇപ്പൊ ചോദിക്കാറുണ്ട് കേട്ടോ 1:1 or 1:2. ഏതെങ്കിലും ഒന്ന് വരും ചിലപ്പോ, അല്ലെങ്കിൽ ബോത്ത് A and B is correct എന്നൊക്കെ പറഞ്ഞു തരൂ കേട്ടോ. അപ്പൊ പഠിച്ചു വെക്കണം. പിന്നെ വരുന്നതാണ് നാലാമത് ഓക്സിലറി പേഴ്സണൽ കേട്ടോ. പേഴ്സണൽ ആണ്, പേഴ്സണൽ മീൻസ് സ്റ്റാഫ് എന്നുള്ള അർത്ഥമാണ്. ഓക്സിലറി പേഴ്സണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സപ്പോർട്ടിംഗ് സ്റ്റാഫുകളാണ് കേട്ടോ. സപ്പോർട്ടിംഗ് സ്റ്റാഫുകൾ ഈ മെഡിക്കൽ സ്റ്റാഫുകൾക്കും നഴ്സിംഗ് സ്റ്റാഫുകൾക്കൊക്കെ സപ്പോർട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന സ്റ്റാഫുകൾ കേട്ടോ. അതിനകത്ത് ആരൊക്കെയാ നോക്കിയേ? ICU ടെക്നീഷ്യൻസ്, അതുപോലെ തന്നെ നഴ്സിംഗ് എയ്ഡ്സ്. ഓക്കെ, ICU ടെക്നീഷ്യൻസ് എന്ന് പറയുന്നത് നമുക്കറിയാലോ, നമ്മൾ പറഞ്ഞില്ലേ ICU എന്ന് പറയുന്നത് വളരെ എക്യുപ്ഡ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് അല്ലെ. ഹൈലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒത്തിരി എക്യുപ്മെന്റ്സുകളും മെഷീനറീസ് ഒക്കെ അവിടെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ കൈകാര്യം ചെയ്യാനും അതിൽ ട്രെയിനഡ് ആയിട്ടുള്ള ICU ടെക്നീഷ്യന്മാർ അതിനകത്ത് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നഴ്സിംഗ് എയ്ഡ്സ്.
Okay, that means nursing supporters, medical nursing സ്റ്റാഫുകൾക്ക് വേണ്ട എല്ലാവിധ സപ്പോർട്ടും കൊടുക്കുന്ന അവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന നഴ്സിംഗ് എയ്ഡ്സ് ഉണ്ടായിരിക്കും. ലൈക്ക് ആരൊക്കെയാണ്? വാർഡ് ബോയ്സ്, ഫീമെയിൽ അറ്റൻഡൻസ്, സ്വീപ്പേഴ്സ്, ഇവരൊക്കെ അതിനകത്ത് വരുന്നതാണ് കേട്ടോ. അപ്പൊ വാർഡ് ബോയ്സ് എന്നൊക്കെ പറയുമ്പോൾ ഈ ബെഡ്ഷീറ്റ് മാറ്റാം, അല്ലെങ്കിൽ പേഷ്യന്റിനെ ബെഡ് ഷിഫ്റ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഫീമെയിൽ അറ്റൻഡൻസ് അങ്ങനെയൊക്കെ തന്നെ. അതുപോലെ ICU ക്ലീൻ ചെയ്യാനും പേഷ്യൻസിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാനും അവരെ കുളിപ്പിക്കലോ അല്ലെങ്കിൽ അവർക്ക് ഓറൽ ആയിട്ടുള്ള മെഡിസിൻസ് കൊടുക്കാൻ അവരെ ഗ്രൂം ചെയ്യാനും മറ്റുമൊക്കെ ആയിട്ടുള്ള ഫീമെയിൽ അറ്റൻഡൻസ്. ദെൻ സ്വീപ്പേഴ്സ് ഉണ്ടായിരിക്കും, ഈ പറയുന്ന പോലെ അവിടെ ക്ലീൻ ചെയ്യാനും വൃത്തിയാക്കാനും മറ്റുമായിട്ടുള്ള. അവരൊക്കെ നഴ്സിംഗ് എയ്ഡ്സിൽ പെടുന്ന ആൾക്കാരാണ് കേട്ടോ. അതുപോലെ ICU ടെക്നീഷ്യന്മാർ, ഇവരൊക്കെ ഏത് വിഭാഗത്തിൽ വരുന്നതാണ്? ഓക്സിലറി പേഴ്സണൽ വിഭാഗത്തിൽ വരുന്നതാണ്. ഇത്രയുമാണ് ഒരു ICUവിന്റെ സ്റ്റാഫിംഗ് കേട്ടോ. അപ്പൊ പഠിച്ചു വെച്ചാൽ ICU സ്റ്റാഫിംഗ്, മെഡിക്കൽ സ്റ്റാഫ്, ICU ഇന്റൻസിവിസ്റ്റ് അല്ലെങ്കിൽ റെസിഡന്റ് ഡോക്ടേഴ്സ്, പിന്നെ നഴ്സിംഗ് സ്റ്റാഫ് ഉണ്ടായിരിക്കും. നഴ്സിംഗ് സ്റ്റാഫിൽ ഓർക്കേണ്ടത് nurse to patient ratio is 1:1 or 1:2 ആണ്. Then there should be a respiratory therapist is essential part of an ICU team. Then auxiliary personnel. Auxiliary personnel nathu vendathu ICU technicians and nursing aides ആണ് കേട്ടോ. nursing aides എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ്? വാർഡ് ബോയ്സ്, ഫീമെയിൽ അറ്റൻഡൻസ്, ഇവരൊക്കെയാണ് nursing aides ആയിട്ട് വരുന്നത്. then sweepers. Okay, ക്ലിയർ ആയോ പറഞ്ഞത്? ICU സ്റ്റാഫിംഗ് ഓക്കെ അല്ലേ? ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. ആക്ച്വലി ഇനി നമുക്ക് പഠിക്കാനുള്ളത് അതിന് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഈ ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ പഠിക്കുന്ന ഇപ്പൊ നമ്മൾ പഠിക്കുന്ന ഭാഗങ്ങളിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ. ഇതാണ് രജിസ്ട്രാർ ഇൻ ICU. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പലപ്പോഴും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹു ഈസ് ദ രജിസ്ട്രാർ ഇൻ ICU? ICU രജിസ്ട്രാർ ആരാണ് എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ ആരാണ് രജിസ്ട്രാർ ഇൻ ICU? നോക്കട്ടോ. വൺ സീനിയർ റെസിഡന്റ് ഡോക്ടേഴ്സിനെ പറ്റി ഞാൻ അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് കേട്ടോ. വൺ സീനിയർ റെസിഡന്റ് who becomes registrar, bracketly post MD, will always be on duty. He or she can be a consultant later after few years of attaining experience. Okay, ആരാണ് who is the registrar in ICU? വന്നു പോകരുത്, സീനിയർ റെസിഡന്റ് ഡോക്ടർ. സീനിയർ തന്നെ പറഞ്ഞു പഠിക്കണം, സീനിയർ റെസിഡന്റ് ഡോക്ടർ. കാര്യം ജൂനിയർ റെസിഡന്റ് ഡോക്ടർ വേറെയുണ്ട്. ഓക്കെ, റെസിഡന്റ് ഡോക്ടർ എന്നല്ല ആൻസർ. സീനിയർ റെസിഡന്റ് ഡോക്ടർ ആണ് ICU രജിസ്ട്രാർ ആയിട്ട് പ്രവർത്തിക്കുന്നത് കേട്ടോ. ബ്രാക്കറ്റിൽ അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. പോസ്റ്റ് MD. നേരത്തെ പറഞ്ഞല്ലോ MBBS MD കഴിഞ്ഞിട്ട്, അതാണ് അവിടെ പോസ്റ്റ് എന്ന് കൊടുത്തത് കേട്ടോ. പോസ്റ്റ് MD മീൻസ് MD കഴിഞ്ഞിട്ട്. MD പോസ്റ്റ് ഗ്രാജുവേഷൻ ലെവലാണ്. അത് കഴിഞ്ഞിട്ട് അവര് റെസിഡൻസി പീരീഡിൽ ഇരിക്കില്ലേ, അങ്ങനെയുള്ള ഡോക്ടേഴ്സ് ആണ് സീനിയർ റെസിഡന്റ് ഡോക്ടേഴ്സ് എന്ന് പറയുന്നത്. അദ്ദേഹം എന്താണ്? ഓൾവേസ് ബി ഓൺ ഡ്യൂട്ടി. അവര് ICUയിൽ ഓൺ ഡ്യൂട്ടിയിൽ എപ്പോഴും ഉണ്ടായിരിക്കും കേട്ടോ. പിന്നെ മാത്രമല്ല, he or she can be a consultant later after few years of attaining experience. അപ്പൊ ആ ഒരു റെസിഡൻസി പീരീഡിൽ ഇരിക്കുമ്പോൾ അവർക്ക് ഒരുപാട് കുറെ കേസുകളൊക്കെ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് കൺസൾട്ടന്റ് ഇടയ്ക്ക് വന്ന് പോകും. കൺസൾട്ടൻസ് അവർക്ക് വേണ്ട ഡയറക്ഷൻസും മറ്റും കൊടുത്ത് അവര് പോകും. ഇവരാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്തു പോകുന്നത്. സോ അതിലൂടെ അവർക്ക് ഒരുപാട് കേസുകളൊക്കെ അറ്റൻഡ് ചെയ്ത് അവർക്ക് ഒത്തിരി എക്സ്പീരിയൻസ് ഒക്കെ അവർക്ക് കിട്ടും. അങ്ങനെ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ കിട്ടിയതിന് ശേഷമാണ് പിന്നീട് അവരൊരു കൺസൾട്ടന്റ് ലെവലിലോട്ട് അവര് മാറുന്നത്. കൺസൾട്ടന്റ് ആയിട്ട് അവര് മാറുന്നത്. ഓക്കെ, അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സീനിയർ റെസിഡന്റ് ഡോക്ടർ ആണ് രജിസ്ട്രാർ ഇൻ ICU ആയിട്ട് പ്രവർത്തിക്കുന്നത്. ഇനി അവരുടെ ഡ്യൂട്ടി ടൈം അവിടെ കൊടുത്തിട്ടുണ്ട്. ഷിഫ്റ്റ് ഡ്യൂട്ടീസ് ഓഫ് സീനിയർ ആൻഡ് ജൂനിയർ സ്റ്റാഫ് 12 hours ഡ്യൂട്ടിയാണ് അവർക്ക് വരുന്നത്. ആലോചിച്ചൊക്കെ 12 മണിക്കൂർ ഡ്യൂട്ടിയാണ് അവർ ചെയ്യുന്നത് കേട്ടോ. 12 hours ഡ്യൂട്ടിയാണ് അവർക്കുള്ളത്. ഓക്കെ, പിന്നെന്താണ്? ദ സീനിയർ റെസിഡന്റ്, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ദ സീനിയർ റെസിഡന്റ് ഹാസ് the right to start and perform emergency treatment which may be inevitable
without permission, later consultants must be informed. ഇനി ഒരു സീനിയർ റെസിഡന്റ് ഡോക്ടറുടെ റോൾ എന്താണെന്നറിയോ? അദ്ദേഹത്തിന് എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഒരു എമർജൻസി സിറ്റുവേഷനില് പ്രത്യേകിച്ച് ഒരു കൺസൾട്ടന്റിന്റെ അനുവാദം കൂടാതെ തന്നെ പെട്ടെന്ന് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ആ ഒരു റൈറ്റ്, ആ ഒരു എന്താ പറയാ അധികാരം ആർക്കുണ്ട്? സീനിയർ റെസിഡന്റ് ഡോക്ടറിനുണ്ട് കേട്ടോ. ഹി ഹാസ് ദ റൈറ്റ് ടു സ്റ്റാർട്ട് ആൻഡ് പെർഫോം എമർജൻസി ട്രീറ്റ്മെന്റ് വിച്ച് മേ ബി ഇൻഎവിറ്റബിൾ വിത്തൗട്ട് പെർമിഷൻ. അതായത് സാധാരണഗതിയിൽ ഒരു കൺസൾട്ടൻസ് ആണ് അങ്ങനെയുള്ള കേസുകൾ വരും. പക്ഷെ കൺസൾട്ടൻസിന് എത്താൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ കൺസൾട്ടന്റിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഉടനടി തന്നെ, അതും എമർജൻസി സിറ്റുവേഷനിൽ നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത സന്ദർഭത്തിൽ കേട്ടോ, ഒരു കൺസൾട്ടന്റ് വരെ വെയിറ്റ് ചെയ്യണമെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ അങ്ങനത്തെ ഒരു സമയം ഇവിടെ ഇല്ല. പെട്ടെന്ന് ഒഴിച്ചുകൂടാനാവാത്ത ഒരു സിറ്റുവേഷനിൽ പേഷ്യന്റിന് ആവശ്യമായിട്ട് എമർജൻസി ട്രീറ്റ്മെന്റ് കൊടുക്കാനുള്ള ആ ഒരു റൈറ്റ് ആർക്കുണ്ട്? ഈ പറയുന്ന സീനിയർ റെസിഡന്റ് ഡോക്ടറിനുണ്ട്. പിന്നീട് അത് ആരെ അറിയിച്ചാൽ മതിയായിട്ട്? കൺസൾട്ടന്റിനെ അറിയിച്ചാൽ. കൺസൾട്ടന്റ് ശരിക്കും സാധാരണഗതിയിൽ കൺസൾട്ടന്റ് വന്നിട്ട് അവരാണ് ട്രീറ്റ്മെന്റ് കൊടുക്കുക. പക്ഷെ ചില കേസുകളിൽ നമുക്ക് അവരെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അവരില്ലാത്ത ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഉടനടി തന്നെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ആർക്ക് അധികാരമുണ്ട്? സീനിയർ റെസിഡന്റ് ഡോക്ടറിന് അധികാരമുണ്ട്. അത് ഡോക്ടർ ലെവലിലാണല്ലോ, റെസിഡൻസിയുടെ ഇടയിൽ ഇരിക്കുന്നു മാത്രമാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയല്ലോ. അടുത്തതാണ് ജൂനിയർ റെസിഡന്റ് ഇൻ ICU കേട്ടോ. ICUവിലെ ജൂനിയർ റെസിഡന്റ് ഡോക്ടറുടെ അദ്ദേഹത്തിന്റെ റോളാണ് അവിടെ പറയുന്നത്. One doctor in training during post graduation. ഡോക്ടർ പോസ്റ്റ് ഗ്രാജുവേഷനിൽ ഇരിക്കുന്ന ഡോക്ടേഴ്സാണ്. ദാറ്റ് മീൻസ് MD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ സീനിയറിൽ എന്താ പറഞ്ഞ പോസ്റ്റ് MD എന്ന് പറഞ്ഞ MD കഴിഞ്ഞിട്ടുള്ള ആൾക്കാരുടെ. ഇവിടെ ഡ്യൂറിംഗ് പോസ്റ്റ് ഗ്രാജുവേഷൻ അല്ലെങ്കിൽ MD ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടേഴ്സ്, അവരാണ് എന്ത്? ജൂനിയർ റെസിഡന്റ് ഡോക്ടർ എന്ന് പറയുന്നത്. He will be on duty in unit day and night. അത് ഫുൾ ടൈം ഡ്യൂട്ടി ഉള്ള ആൾക്കാരാണ് കേട്ടോ. 12 മണിക്കൂറല്ല, 24 മണിക്കൂറും ഡ്യൂട്ടി ഉള്ള ആൾക്കാരാണ് കേട്ടോ. ഡേയും നൈറ്റും ഒക്കെ അവർക്ക് അവിടെ ഡ്യൂട്ടി ഉണ്ടായിരിക്കും. പിന്നെ എന്താണ് അവരുടെ ഡ്യൂട്ടി എന്താന്ന് അറിയാമോ? നോക്കിയേ, the duty would include keeping the patient's records while in ICU and preparing summaries. അതായത് ICUവിൽ ഇരിക്കുന്ന പേഷ്യന്റിന്റെ റെക്കോർഡുകൾ പ്രോപ്പർ ആയിട്ട് കീപ്പ് ചെയ്യാനും അവരുടെ ആ ഒരു സമ്മറികളും മറ്റും പ്രിപ്പയർ ആണ്. ട്രീറ്റ്മെന്റ് സംബന്ധമായിട്ട് സമ്മറികളും മറ്റും പ്രിപ്പയർ ചെയ്യുന്നത് ഡ്യൂട്ടി ആർക്കാണ്? ജൂനിയർ റെസിഡന്റിനാണ്. അത് എടുത്ത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഡ്യൂട്ടി കുട്ടി നമുക്ക് കൺഫ്യൂഷൻ വരരുത് ആ സമയത്ത്. സീനിയർ റെസിഡന്റ് ആ ഡോക്ടറാണോ അത് ജൂനിയർ റെസിഡന്റ് ഡോക്ടറാണ്, ഇത് രണ്ടുപേരും കൂടെ ചെയ്യുന്നുണ്ടോ അങ്ങനെയൊക്കെ സംശയം വരും നമുക്ക്. അങ്ങനെ വരണ്ട, പ്രത്യേകം പഠിക്കാം. ഡ്യൂട്ടി വുഡ് ഇൻക്ലൂഡ് കീപ്പിംഗ് പേഷ്യൻസ് റെക്കോർഡ്സ് വൈൽ ഇൻ ICU ആൻഡ് പ്രിപ്പയറിംഗ് സമ്മറീസ് കേട്ടോ. അതായത് ICUവിലായിരിക്കുന്ന പേഷ്യൻസിന്റെ റെക്കോർഡുകൾ കീപ്പ് ചെയ്യാനും അവരുടെ സമ്മറികളും മറ്റും പ്രിപ്പയർ ചെയ്യാനുള്ള ഡ്യൂട്ടി ജൂനിയർ റെസിഡന്റ് ഡോക്ടറിനാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? മനസ്സിലായ ഇത്രയും കാര്യങ്ങള്? ക്ലാസിഫിക്കേഷനും പിന്നെ എന്താണ് നമ്മൾ പഠിച്ചത്? എന്താണ് രജിസ്ട്രാർ അല്ലെ, ICU രജിസ്ട്രാറും സ്റ്റാഫിങ്ങും ഒക്കെ ഓക്കെ ആണല്ലോ. ആ ഭാഗങ്ങളൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. വായിച്ചു നോക്കിയേ. നെക്സ്റ്റ് നമുക്ക് നോക്കാനായിട്ടുള്ളത് ICU അഡ്മിഷൻ ക്രൈറ്റീരിയ. അതും ചോദിക്കാറുണ്ട് കേട്ടോ. ICU അഡ്മിഷൻ ക്രൈറ്റീരിയ. നമ്മൾ ഒരു ICUലോട്ട് ഒരു രോഗിയെ നമ്മൾ അഡ്മിറ്റ് ചെയ്യണമെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള ചില മാനദണ്ഡങ്ങളുണ്ട്, ക്രൈറ്റീരിയാസ് ഉണ്ട്. എന്തൊക്കെയാണ് ക്രൈറ്റീരിയാസ്? ഓക്കെ, നമ്മൾ ഒരിക്കലും ഒരു രോഗിയെ വെറുതെ നമ്മൾ ICUലോട്ട് അഡ്മിറ്റ് ചെയ്യില്ല. ആ ഒരു ICU അഡ്മിഷന് പ്രത്യേകമായിട്ടുള്ള ചില ക്രൈറ്റീരിയാസ് അവർ നിർദ്ദേശിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ആ ക്രൈറ്റീരിയാസ്? ഓക്കെ, എന്തൊക്കെ ക്രൈറ്റീരിയാസ് ആണ് നോക്കാം. ടു ഒപ്റ്റിമൈസ് ICU റിസോഴ്സസ് ആൻഡ് എൻഹാൻസ് ഔട്ട്കംസ്, ICU admissions should be gained on the basis of a combination of factors. അതായത് നമുക്ക് ICUലുള്ള റിസോഴ്സസുകള് അത് ഏറ്റവും നല്ല രീതിയിൽ അതിന്റെ ഒരു റിസൾട്ട് ഉറപ്പുവരുത്താൻ, അത് ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കണമെങ്കിൽ
നമ്മൾ ICUന്റെ അഡ്മിഷൻ ചില ഫാക്ടേഴ്സിനെ ചില ക്രൈറ്റീരിയാസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ICU അഡ്മിഷൻ നടത്തുന്നത്. ഓക്കെ, എന്തൊക്കെ ക്രൈറ്റീരിയാസ് ആണ്? പിന്നെ നമുക്ക് 6 പോയിന്റുകളാണ് പഠിക്കാനുള്ളത്. ICU അഡ്മിഷൻ ക്രൈറ്റീരിയാസ് 6 പോയിന്റുകളാണ്. ഓക്കെ, ഏതൊക്കെയാണ് 6 പോയിന്റ് എന്ന് ആദ്യം വായിക്കാൻ പോയിന്റ്സ് ഇതൊക്കെയാണ്. ഫസ്റ്റ് വൺ, പ്രയോറിറ്റൈസേഷൻ ഇൻ അക്കോർഡൻസ് വിത്ത് ദ പേഷ്യൻസ് സിവിയറിറ്റി ഓഫ് ഇൽനെസ്. അതായത് നമ്മൾ ഈ പേഷ്യന്റിന് ആദ്യം വായിക്കാട്ടോ. പിന്നെ രണ്ടാമത്തെ പോയിന്റ് ഇതാണ്, സ്പെസിഫിക് പേഷ്യന്റ് നീഡ്സ് സച്ച് ആസ് ലൈഫ് സപ്പോർട്ടിംഗ് തെറാപ്പീസ്. Then third one, diagnosis. Fourth one, prognosis. And fifth one, potential benefit from interventions. And sixth one, bed availability. ഇത്രയുമാണ് ICU അഡ്മിഷൻ ക്രൈറ്റീരിയസ് ആയിട്ട് അവിടെ പറയുന്നത്. ഇനി ഓരോ പോയിന്റ് എന്താ നമുക്ക് നോക്കാം. ആദ്യത്തെ എന്താണ്? പ്രയോറിറ്റൈസേഷൻ ഇൻ അക്കോർഡൻസ് വിത്ത് ദ പേഷ്യൻസ് സിവിയറിറ്റി ഓഫ് ഇൽനെസ്. അതായത് ഒരു പേഷ്യന്റിന്റെ അവരുടെ അസുഖത്തിന്റെ തീവ്രത അനുസരിച്ച് അതിന് എന്താണ് അതിന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ടായിരിക്കണം നമ്മൾ ICU അഡ്മിഷൻ നടത്തേണ്ടത്. നമുക്കറിയാം ഒരു ICU എന്ന് പറയുമ്പോൾ അവിടെ ഒരുപാട് ബെഡുകളൊന്നും വളരെ ഫ്യൂ ബെഡ്സ് മാത്രമേ ഒരു ICUവിന് അകത്തുള്ളൂ അല്ലെ. അതുകൊണ്ട് തന്നെ ഒരു ICUവില് വരുന്ന പേഷ്യൻസിന്റെ സിവിയറിറ്റിക്ക് അനുസരിച്ച് അതിന് പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ട്. ഒരു 3 പേഷ്യൻസ് വന്നു കഴിഞ്ഞാല് ആ 3 പേഷ്യന്റിന്റെ ഏറ്റവും സിവിയർ കണ്ടീഷൻ ഉള്ളത് ആർക്കാണോ അവർക്ക് നമ്മൾ എന്ത് കൊടുക്കണം? മുൻഗണന കൊടുക്കണം അല്ലെ. അപ്പൊ എപ്പോഴും ഒരു രോഗിയുടെ അതൊരു ജനറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. ഒരു പേഷ്യന്റിന്റെ ഇൽനെസിന്റെ സിവിയറിറ്റിക്ക് പ്രയോറിറ്റി കൊടുത്തുകൊണ്ടായിരിക്കണം നമ്മളൊരു പേഷ്യന്റിനെ ICUവിലോട്ട് അഡ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് കേട്ടോ പ്രയോറിറ്റൈസേഷൻ ഇൻ അക്കോർഡൻസ് വിത്ത് ദി പേഷ്യന്റ് സിവിയറിറ്റി ഓഫ് ഇൽനെസ്. രണ്ടാമത്തത് സ്പെസിഫിക് പേഷ്യന്റ് നീഡ്സ് സച്ച് ആസ് ലൈഫ് സപ്പോർട്ടീവ് തെറാപ്പീസ്. ചില രോഗികളെ സംബന്ധിച്ച് അവർക്ക് അവരുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇത്തരത്തിലുള്ള ലൈഫ് സപ്പോർട്ടീവ് തെറാപ്പികൾ ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ലൈഫ് സപ്പോർട്ടീവ് എക്യുപ്മെന്റ്സുകളൊക്കെ ആവശ്യമായിട്ടുള്ള അത്തരം സ്പെസിഫിക് നീഡുകളുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ചില ആവശ്യകതകൾ ഉള്ള പേഷ്യൻസിനെ അത് ഒരു ക്രൈറ്റീരിയയാണ്. അങ്ങനെയുള്ള പേഷ്യൻസിനെ നമുക്ക് എവിടെ പരിചരിക്കേണ്ടതായിട്ട് വരും? ICUവില് പരിചരിക്കല്ല, അവരെ നമുക്ക് ICUവില് അഡ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതായത് ലൈഫ് സപ്പോർട്ടീവ് തെറാപ്പീസ് ഒക്കെ ആവശ്യമായിട്ടുള്ള പേഷ്യൻസിനെ അത്തരം സ്പെസിഫിക് നീഡ്സ് ഉള്ള പേഷ്യൻസിനെ നമ്മൾ ICUവില് അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ മൂന്നാമത് പറയുന്നത് ഡയഗ്നോസിസ് ആണ്, രോഗനിർണയം. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. ചില അസുഖങ്ങളുടെ ഡയഗ്നോസിസ് എന്ന് പറയുന്നത് അത് ICU അഡ്മിഷന് കാരണമാകുന്നത്. നമ്മൾ തുടക്കം പറഞ്ഞില്ലേ, ഇപ്പോ സിവിയർ ബേൺ സംഭവിച്ചിട്ടുള്ള ആള്, അല്ലെങ്കിൽ കോംപ്ലക്സ് സ്പൈനൽ സർജറി കഴിഞ്ഞിട്ടുള്ള ആളുകള്, അതുപോലെ ഈ പറയുന്ന പോലെ ട്രോമയുള്ള പേഷ്യൻസുകള്, കാർഡിയോതൊറാസിക് സർജറി കഴിഞ്ഞിട്ടുള്ള ആളുകള്. അപ്പൊ അങ്ങനെയുള്ള രോഗികളെയൊക്കെ അതൊക്കെ ഡയഗ്നോസിസ് ആണ്. ചില രോഗങ്ങളുടെ ഡയഗ്നോസിസ് എന്ന് പറയുന്നത് അത് ICU അഡ്മിഷന് ഡയറക്റ്റ് കാരണമാകും അല്ലെ. അത്തരത്തിലുള്ള ഡയഗ്നോസിസ് ഇപ്പൊ ഡയഗ്നോസിസ് നടത്തുമ്പോൾ സിവിയർ കണ്ടീഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവരെ ICUവിൽ അഡ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, പിന്നെ വരുന്നത് എന്താണ്? പ്രോഗ്നോസിസ് ആണ്. പ്രോഗ്നോസിസ് എന്ന് പറയുന്ന വാക്കിന്റെ മീനിങ് ശരിക്കും പ്രഡിക്ഷൻ ആണ് കേട്ടോ, പ്രവചനമാണ്. അതായത് ഇപ്പൊ ഒരു രോഗിയെ ഡോക്ടർ ചികിത്സിക്കുന്ന സമയത്ത് ഡോക്ടർക്ക് തോന്നുകയാണ് അവർക്കൊരു ക്രിട്ടിക്കൽ കെയർ കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് ഷുഡ് ബി ബെറ്റർ, അവർ ബെറ്റർ ആവും. ഓക്കെ, അവര് ബെറ്റർ ആവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരു പ്രോഗ്നോസിസ്, ഒരു പ്രഡിക്ഷൻ അല്ലെങ്കിൽ ഒരു അസംഷൻ ഉള്ള അല്ലെ. ഡോക്ടർ ഒരു രോഗിയെ ചികിത്സിക്കുമ്പോൾ അവർക്ക് ഒരു പ്രോഗ്നോസിസ് ഉണ്ടാവും അല്ലെ. കാര്യം അവരുടെ കണ്ടീഷൻ അവർക്ക് അറിയാം, ഡോക്ടർക്ക് അറിയാം. അവർക്ക് കുറച്ചുകൂടെ ബെറ്റർ ട്രീറ്റ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ, ഒരു ICU കെയറിങ് അവർക്ക് കൊടുക്കുകയാണെങ്കിൽ അവരുടെ ഹെൽത്ത് കണ്ടീഷൻ കുറെ കൂടെ ബെറ്റർ ആക്കാൻ പറ്റും എന്നുള്ളൊരു പ്രോഗ്നോസിസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു അസംഷൻ ഉണ്ടെങ്കിൽ അതും that may be also a reason for the ICU admission. ഓക്കെ, അതും ഒരു ICU അഡ്മിഷൻ ഒരു കാരണമാണ് കേട്ടോ, മീൻസ് ഒരു ക്രൈറ്റീരിയ ആണ്. പിന്നെ വരുന്നത് പൊട്ടൻഷ്യൽ ബെനിഫിറ്റ് ഫ്രം ദ ഇന്റർവെൻഷൻസ്. അത് ഈ പ്രോഗ്നോസിസ് പോലെ തന്നെ ഒരു സംഭവമാണ്. പൊട്ടൻഷ്യൽ ബെനിഫിറ്റ് ഫ്രം ദ ഇന്റർവെൻഷൻസ്. നമ്മൾ ICU ഇന്റർവെൻഷൻസിലൂടെ നമ്മൾ ഒരു പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അല്ലെ, ICUവിൽ ഒരു ട്രീറ്റ്മെന്റ് കൊടുത്തു അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്രിട്ടിക്കൽ കെയർ കൊടുക്കുന്നതിലൂടെ അവരുടെ ഹെൽത്ത് കണ്ടീഷനിൽ നല്ലൊരു ബെനിഫിറ്റ്, ഒരു പൊട്ടൻഷ്യൽ ബെനിഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ അതും ICU അഡ്മിഷന് കാരണമാകുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് പറയുന്നത് എന്താണ്? ബെഡ് അവൈലബിലിറ്റി. അതൊരു കാര്യമാണ് അല്ലെ, ബെഡ് അവൈലബിലിറ്റി ഇമ്പോർട്ടന്റ് ആണ്. ബെഡ് അവൈലബിൾ അല്ലെങ്കിൽ നമുക്ക് ICUവിൽ അഡ്മിറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. സോ ബെഡ് അവൈലബിലിറ്റി. ഓക്കെ, അപ്പൊ ആ 6 പോയിന്റ് ഓർത്ത് വെക്കണം കേട്ടോ. ICU അഡ്മിഷൻ ക്രൈറ്റീരിയസ് ഏതൊക്കെയാണ്? ഒന്ന്, പ്രയോറിറ്റൈസേഷൻ ഇൻ അക്കോർഡൻസ് വിത്ത് ദി പേഷ്യന്റ് സിവിയറിറ്റി ഓഫ് ഇൽനെസ്. പേഷ്യന്റിന്റെ
അസുഖത്തിന്റെ തീവ്രതയ്ക്ക് മുൻഗണന അനുസരിച്ച് അതിനനുസരിച്ച് വേണം ICU അഡ്മിഷൻ നടത്താൻ. പിന്നെ ലൈഫ് സപ്പോർട്ടീവ് തെറാപ്പീസ് ആവശ്യമായിട്ടുള്ള അതിന് സ്പെസിഫിക് നീഡ്സ് ഉള്ള പേഷ്യൻസ്, പിന്നെ ഡയഗ്നോസിസ്, ഓക്കെ, പ്രോഗ്നോസിസ്, പിന്നെ പൊട്ടൻഷ്യൽ ബെനിഫിറ്റ് ഫ്രം ദി ഇന്റർവെൻഷൻസ്, ലാസ്റ്റ് ബെഡ് അവൈലബിലിറ്റി. ഇത്രയുമാണ് ICU അഡ്മിഷൻ ക്രൈറ്റീരിയസ് ആയിട്ട് പറയുന്നത്. അങ്ങനെ തന്നെ പോയിന്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. അതെന്താണെന്നൊന്നും ഇവിടെ ചോദിക്കില്ല. താഴെ തന്നിരിക്കുന്ന ICU അഡ്മിഷൻ ക്രൈറ്റീരിയസ് ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ അറിയണം കേട്ടോ. അത്രയും ഓക്കെ അല്ലേ? ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? മനസ്സിലായോ കാര്യങ്ങളൊക്കെ? എളുപ്പമുള്ള ചാപ്റ്റർ ആണ് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റി ഒക്കെ അതിനകത്ത് പഠിക്കാനുള്ളൂ കേട്ടോ. ICUനകത്ത് ഒരു ഡേ ടു ഡേ കെയർ പ്രൊസീജിയർ എങ്ങനെയാണ്, പിന്നെ ICUന്ന് ഡിസ്ചാർജ് ചെയ്യുന്ന എന്തൊക്കെ പ്രൊസീജിയർ ആണ്, അത് വളരെ ഒരുപാട് സിസ്റ്റമാറ്റിക് ആയിട്ട് അതുപോലെ ജനറലൈസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇന്റൻസിവിസ്റ്റിന്റെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങള്, പിന്നെ ICU സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റി. അതുകൂടെ കഴിഞ്ഞാൽ നമുക്ക് ആ ചാപ്റ്റർ അവസാനിക്കും കേട്ടോ. ഓക്കെ, ഞാൻ അൺമ്യൂട്ട് ചെയ്യാണ്. എന്റെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. നേരത്തെ ഒരു സെന്റൻസ് നോട്ട് ചെയ്തെടുത്തോളം പറഞ്ഞിരുന്നില്ല, എന്നാൽ ഒന്നോടൊന്ന് പറയാവോ? ഏതാണ് മോള്? ഏതാണ്? തൊറാസിക് എന്നൊക്കെ പറഞ്ഞു. തൊറാസിക്കിന് അതിന്റെ ഇതാണ് വേണ്ടത്, കാർഡിയോ തൊറാസിക് സബ്ജക്ട് അല്ലേ? അത് പറഞ്ഞാൽ മതിയോ? സെന്റൻസ് പറഞ്ഞാൽ മതിയോ? കാർഡിയോ വാസ്കുലർ തൊറാസിക് ഇന്റൻസീവ് കെയർ യൂണിറ്റ് കേട്ടോ, CDTS ICU. The unit which is performing both open heart and other thoracic THORACIC other thoracic surgical procedure is called CVTS ICU അഥവാ കാർഡിയോവാസ്കുലർ തൊറാസിക് ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ഇവിടെ വായിക്കാം കേട്ടോ. The unit which is performing both the open heart and the other thoracic surgical procedure is called CVTS ICU. കിട്ടിയോ? ഓക്കെ, താങ്ക് യു. അപ്പൊ ഇത്രയും ഭാഗങ്ങളൊക്കെ നല്ലപോലെ വായിച്ച് മനസ്സിലാക്കുക, മോക്ക് ടെസ്റ്റുകളൊക്കെ പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു. Bye.